يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم. ഖബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹനീയമാകുന്ന ഉറൂസിന്റെ വേദിയിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സയ്യിദന്മാർ, ഉസ്താദന്മാർ, മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, രക്ഷിതാക്കൾ, ഉമ്മപെങ്ങന്മാർ, അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കുവാൻ കാരണമാകുന്ന മജ്ലിസായി നാഥൻ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ, നമ്മൾ സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ പലരും ഇന്ന് 6 അടി മണ്ണിന്റെ ഉള്ളറയിലാണ്. അല്ലാഹു ഇവിടെ പറയണ വഅലിന്റെ സർവ്വ പ്രതിഫലങ്ങളും അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്റെ ഗുരുത്വവും പുരുത്വവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കുവാൻ കാരണമാകുന്ന മജ്ലിസായി നാഥൻ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്, മനോഹരമാകുന്ന ഒരറിവിന്റെ വേദിയാണ്. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഭൂമിയില് 2 സ്വർഗ്ഗം ഉണ്ടെന്ന. ഭൂമിയില് 2 സ്വർഗ്ഗം ഉണ്ടെന്ന. അതിലൊന്നാമത്തെ സ്വർഗമായി ലോകത്തിന്റെ ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഭൂമിയിലെ 1ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് മദീനയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലം ഞാൻ പറയണില്ല. അവിടെയാണ് ഭൂമിയിൽ 1ാമത്തെ സ്വർഗം എന്ന് പറയുന്നത്. ഭൂമിയിലെ 2ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമു ചർച്ച ചെയ്യുന്ന വേദി എന്ന് പറയുന്നത്, ഇൽമു ചർച്ച ചെയ്യുന്ന സദസ്സ് എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഭൂമിയിലെ 2ാമത്തെ സ്വർഗമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുക, സ്വർഗം വേണോ നരകം വേണോ? നിങ്ങളോട് ചോദിക്കുക, സ്വർഗം വേണോ നരകം വേണോ? നിങ്ങൾ എല്ലാവരും പറയും, ഉസ്താദേ സ്വർഗം എന്ന് പറയുന്ന പ്രതിഫലമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഞാനും നിങ്ങളും എല്ലാവരും പറയും. അപ്പോ കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെക്കാൾ ഒരു അദഭാഗ്യവാനും നമ്മുടെ ഈ നാട്ടിലുണ്ടാകൂല. അപ്പൊ പുറത്ത് നിൽക്കണവര് ഇൻഷാ അല്ലാഹ് കയറിയിരിക്കാൻ പറ്റിയാൽ ഇരിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏകദേശം 11 മണിയായി. ഇവിടെ എല്ലാ കൊല്ലം അങ്ങനെ തന്നെ 11 മണിക്ക് തുടങ്ങണേ. എന്റെ പരിപാടി തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 2 മണിക്കൂർ ഇരിക്കുമെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവക്കിയപ്പ, എന്നിട്ടാണ് വന്ന് തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ ആ ഭവനമില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പറയുന്ന ഒരുപാട് സാധുക്കളുണ്ട്. ഞാൻ പറയാ, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരും പൈസയില്ലാത്തവരും തിങ്ങി നിറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോ എത്രയോ സമ്പന്നരന്റെ പ്രിയപ്പെട്ടവരെ കയ്യിലുള്ള പൈസ മുഴുവനും ആർഭാടത്തോടെ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേര് നമ്മുടെ ഈ കർണാടകയിലും മംഗലാപുരത്തും നമ്മുടെ ഈ എന്റെ പ്രിയപ്പെട്ടവരെ മനോഹരമാകുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകും. ഞാൻ പറയണത്, ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ യാതനകളും വേദനകളും നൊമ്പരങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാ.
നമുക്ക് ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് അള്ളാഹുവിന്റെ പടച്ചവന്റെ പരലോകത്ത് നിന്ന് സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ കരഗതമാക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറയാ, ഒരുപാട് പ്രതിസന്ധികൾ ഞാനും നിങ്ങളും നേരിടേണ്ടി വരും. ഒരുപാട് സങ്കടങ്ങൾ ഞാനും നിങ്ങളും നേരിടേണ്ടി വരും. ഒരുപാട് യാതനകൾ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ഞാനും നിങ്ങളും നേരിടേണ്ടി വരും. നമ്മളെ ഭരിക്കുന്നവർ, നമ്മളെ നോക്കുന്നവർ, നമുക്ക് ജോലി ചെയ്യുന്നവർ, അങ്ങനെ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ കർണാടകയിലും കേരളത്തിലും ലോകത്തകത്തും പുറത്തും എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നേരിടേണ്ടി വരും. എന്നാൽ ഒരു മുസ്ലിം പ്രതിസന്ധിയിൽ വരുമ്പോ ഒരിക്കലും പതറാൻ പാടില്ല. ഒരു മുഅ്മിൻ ഒരിക്കലും ഒരു പ്രതിസന്ധി വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പതറാൻ പാടില്ല. ആ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇൻഷാ അല്ലാഹ് മുന്നേറാമെന്ന് പറയുന്ന മനോഹരമാകുന്ന ചരിത്രങ്ങൾ അടങ്ങുന്ന വിഷയമാണ്. ഞാൻ പറയുന്നു, നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം. ഞാൻ പറയുന്നു, നമുക്ക് കടങ്ങൾ ഉണ്ടാകാം. ഞാൻ പറയുന്നു, നമുക്ക് വീടില്ലായ്മ ഉണ്ടാകാം. ഞാൻ പറയുന്നു, നമുക്ക് മക്കളില്ലാത്തവരുണ്ടാകാം. ഞാൻ പറയുന്നു, നല്ലൊരു കുടുംബ ജീവിതമില്ലാത്ത സാധുക്കള് നമ്മുടെ ഈ മനോഹരമാകുന്ന സദസ്സിലുണ്ടാകാം. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും, എത്ര വലിയ നൊമ്പരങ്ങൾ വന്നാലും, എത്ര വലിയ യാതനകൾ വന്നാലും, ആ യാതനകളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ കരകയറാൻ ഞാൻ നിങ്ങൾ പഠിക്കണം. അതെങ്ങനെയാണെന്ന് മാത്രം ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. ആയിരക്കണക്കാന സ്വലാത്തുകളുണ്ടല്ലോ, ഒഴുക്കണ്ടതാ, പരതണ്ടതാ. പ്രതിസന്ധികളിൽ മുന്നേറാമെന്ന് പറയുന്ന മനോഹരമാകുന്ന വിഷയമാ. സങ്കടങ്ങൾ വരുമ്പോ, യാതനകൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, കടങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കാന സഹോദരങ്ങളോട് പറയുകയാ, സങ്കടപ്പെടാൻ പാടില്ല, കരയാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഹബ്ബാബ് ബിൻ അറാ എന്ന് പറയുന്ന മഹാനവറുകളുണ്ടല്ലോ, ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ റസൂലുള്ളാഹിയോട് പറയുകയാ, ശഖൗനാ ഇലാ റസൂലില്ലാഹ്. ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് അതാ കടന്നു വരികയാ. എന്നിട്ടതാ നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ്, അലാ തദ്ഉല്ലാഹ്, അലാ തസ്തൻസിറുല്ലാഹ ലനാ. ഒരുപാട് യാതനകളുണ്ടല്ലോ, ഒരുപാട് വേദനകളുണ്ടല്ലോ, ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലോ, ഒരുപാട് കണ്ണുനീരുകളുണ്ടല്ലോ. ലോകത്തിന്റെ പ്രവാചകന്റെ സമുദായമുണ്ടല്ലോ, സഹിക്കുകയാ. ശത്രുക്കൾ നമ്മളെ അതാ ആക്രമിക്കുകയാ. ആദരവാകുന്ന പ്രവാചകനോട് ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാ, ഹബ്ബാബ് ബിൻ അറാ എന്ന് പറയുന്ന മഹാനവറുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാ, ഈ സങ്കടങ്ങൾ സഹിക്കുമ്പോ, ഈ വേദനകൾ സഹിക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലേ? സഹിക്കാൻ കഴിയുന്നില്ല, വേദനയാ, പ്രതിസന്ധിയാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, കരയാന് പാടില്ല, കരയാന് പാടില്ല. ഇതൊന്നും പരീക്ഷണമല്ല സ്വഹാബ, ഇതൊന്നും നൊമ്പരമല്ല സ്വഹാബ, ഇതൊന്നും വേദനയല്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ, ആയിരക്കണക്കാന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഇതൊന്നും എന്റെ പ്രിയമുള്ളവരെ ഒരിക്കലും അതാ, ഒരിക്കലും അതാ യാതനകളല്ലെന്ന് പറയുകയാ. നമുക്ക് മുമ്പ് കടന്നു വന്ന മുൻഗാമികളുണ്ടല്ലോ, ഒരുപാട് പ്രതിസന്ധികൾ സഹിച്ചവരാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം കടന്നു വരുമ്പോ, മുസ്ലിമീങ്ങളെ ആക്രമിക്കുമ്പോ, പള്ളികൾ പൊളിക്കപ്പെടുമ്പോ, പടച്ചവനെ
മതവിദ്വേഷങ്ങൾ കൊണ്ടുവരുമ്പോ എന്റെ നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, ഇതൊന്നും പ്രതിസന്ധിയല്ല, നൊമ്പരമല്ല, യാതനയല്ല. ഒരു പള്ളി പൊളിക്കാന് കടന്നു വന്ന ചരിത്രം ഞാൻ പറയുകയാ. അള്ളാന്റെ റസൂലിന്റെ മദീന, അള്ളാന്റെ ഹബീബിന്റെ മദീന പൊളിക്കപ്പെടാൻ കടന്നു വന്നോ ഒരു ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പറയാൻ പോകുകയാ. അഹ്സാബ് യുദ്ധമുണ്ടല്ലോ എന്റെ ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും സമസ്തയുടെ മദ്രസയിൽ പഠിച്ചവരാ. ഏതെന്നറിയോ, ഒരു കൂട്ടം ആളുകൾ അതാ മദീന പൊളിക്കാൻ തീരുമാനിക്കുകയാ. റസൂലുള്ളാഹിയുടെ മദീന ഒരുപാട് മഹത്വമുള്ള മദീന, റസൂലുള്ളാഹിയുടെ എല്ലാമാകുന്ന മദീന, മക്കയുടെ തെരുവോരത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ അഭയം തേടിയ മദീന. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകനതാ കടന്നു വരുമ്പോ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എന്നാൽ പടച്ചവനെ ലോകത്തിന്റെ പ്രവാചകനതാ ഇസ്ലാമിന്റെ ആദർശം കൊണ്ടുവരുമ്പോ ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ കുതിരപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് പറയുകയാ, ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ, മുസ്ലിമായാൽ അവന്റെ തലയതാ ഉമർ അറുക്കുന്നതാ എന്നുപോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ, അവിടെ നിന്ന് അഭയം നേടിയത് എവിടാ? മദീനയിലാ. ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, മദീന കാണാത്തവരുണ്ടോ? റസൂലുള്ളാഹിയുടെ പച്ചക്കുബ്ബ കാണാത്തവരുണ്ടോ? റസൂലുള്ളാഹിയുടെ പച്ചക്കുബ്ബയുടെ ചാരത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഭാഗ്യം ലഭിച്ചവരുണ്ടോ? അൽഹംദുലില്ലാഹ്, ഭാഗ്യവാനാ, സൗഭാഗ്യം ചെയ്തവനാ. ആദരവാകുന്ന പ്രവാചകന്റെ മദീനയതാ പൊളിക്കാനായിട്ട് ഒരു സംഘമതാ കടന്നു വരികയാ. റസൂലുള്ളാഹിക്ക് സങ്കടമാകുകയാ. റസൂലുള്ളാഹിയുടെ മദീന പൊളിക്കാൻ ഒരുപാട് പേരെന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ മുസ്ലിമീങ്ങളുണ്ടല്ലോ പടച്ചവനെ പേടിക്കുകയാ, മുസ്ലിമീങ്ങളുണ്ടല്ലോ പടച്ചവനെ വിറങ്ങലിക്കുകയാ. റസൂലുള്ളാഹിയതാ ആയിരക്കണക്കാന സ്വഹാബത്തിനെ കൊണ്ടുവരികയാ. റസൂലുള്ള അവരുമായി ചർച്ച ചെയ്യുകയാ, എങ്ങനാണ് സ്വഹാബ യുദ്ധം വിജയിക്കുക? എങ്ങനാണ് സ്വഹാബ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം വരുമ്പോ അവരെ പേടിക്കുന്നവരെ, അവരെ ഭയക്കുന്നവരെ, അവരെന്തെങ്കിലും കാണിക്കുമ്പോ അവരുടെ മുമ്പിൽ എന്റെ പ്രിയമുള്ളവരെ തല കുനിക്കുന്നവരുണ്ടെങ്കിൽ പറയുകയാ, പാടില്ല. എത്രയോ പ്രതിസന്ധികൾ കടന്നു വന്നവരാ, എത്രയോ പ്രതിഷേധങ്ങൾ കടന്നു വന്നവരാ. റസൂലുള്ളാഹിയതാ സ്വഹാബത്തിനെ വിളിക്കുകയാ. ആയിരക്കണക്കാന സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ള സ്വഹാബത്തിനോട് ചോദിക്കുകയാ, എല്ലാവരും അതാ കടന്നു വരികയാ, മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ കടന്നു വരികയാ. എന്താണ് ചെയ്യുന്നത് സ്വഹാബ? എന്താണ് ചെയ്യുന്നത് സ്വഹാബ? ഉടൻ തന്നെ സൽമാൻ തങ്ങൾ എണ്ണീച്ചു നിൽക്കുകയാ. സൽമാൻ തങ്ങള് മദീനത്ത് പോയവരെ, സൽമാൻ തങ്ങളുടെ തോട്ടത്തിലൂടെ നടന്നവരെ, സൽമാൻ തങ്ങളുടെ ചരിത്രങ്ങൾ പഠിച്ചവര്, സൽമാൻ തങ്ങളുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതാ. റസൂലുള്ളാഹിയെ പ്രണയിച്ചവരാ, റസൂലുള്ളാഹിയെ മുഹബ്ബത്ത് വെച്ചവരാ, റസൂലുള്ളാഹിയെ ജീവനായി കൊണ്ടു നടന്നവരാ. നാദാ റസൂലുള്ള സഹാബത്തിനോട് ക്ലാസ് എടുക്കുമ്പോ സൽമാൻ തങ്ങൾ എണ്ണീച്ചു നിൽക്കുകയാ. സൽമാൻ തങ്ങള് പേർഷ്യക്കാരനാണ് എന്റെ ചെറുപ്പക്കാരാ, പേർഷ്യക്കാരനാണ് ചെറുപ്പക്കാരാ. സൽമാൻ തങ്ങൾ പറയുകയാ, എനിക്ക് അഹ്സാബ് യുദ്ധത്തിന്റെ, അഹ്സാബ് ഗോത്രത്തിന്റെ അടവുകളുണ്ടല്ലോ അറിയാമു നബിയേ. ആദരവാകുന്ന പ്രവാചകനതാ
ചോദിക്കുകയാ. അവര് കടന്നു വരുമ്പോ സൽമാനെ എന്താണ് ചെയ്യുക? സൽമാൻ തങ്ങൾ പറയുകയാ, കിടങ്ങ് കുഴിക്കണമല്ലോ. അവര് കുതിരപ്പുറത്താണ് കടന്നു വരിക. സൽമാൻ തങ്ങൾ പേർഷ്യക്കാരനാ. സൽമാൻ തങ്ങൾക്ക് എല്ലാ യുദ്ധതന്ത്രങ്ങളും അറിയാം. സൽമാൻ തങ്ങൾ എണ്ണീച്ചു നിന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അവര് കടന്നു വരുന്നത് കുതിരപ്പുറത്താ. കുതിര ഓടി വരുമ്പോ കുതിരയ്ക്ക് കടക്കാൻ കഴിയാത്ത കിടങ്ങുണ്ടല്ലോ, നമ്മൾ നബിയെ കുഴിക്കേണ്ടതാ, മുറിക്കേണ്ടതാ. നബി തങ്ങൾക്ക് സന്തോഷമായി. നബി തങ്ങൾ സഹാബത്തിനെ വിളിക്കുകയാ, കിടങ്ങു കുഴിക്കാൻ വിളിക്കുകയാ. പടച്ചവനെ, എല്ലാവരും അതാ കടന്നു വരികയാ. എല്ലാവരും അതാ പാറ ഇങ്ങനെ മുറിച്ചുകൊണ്ട് കിടങ്ങു കുഴിക്കുമ്പോ സഹാബത്ത് കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, വിശക്കുന്നു നബിയേ, സങ്കടമാണ് നബിയേ, നൊമ്പരമാണ് നബിയേ, കഴിക്കാനൊന്നുമില്ല നബിയേ. സഹാബത്ത് മുഴുവനുമുണ്ടല്ലോ കല്ല് വയറ്റിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പണിയെടുക്കുന്നവരാ. റസൂലല്ലാഹ് ആദരവാകുന്ന പ്രവാചകനുടൻ തന്നെയുണ്ടല്ലോ വയറ് കാണിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ വയറില് 2 കല്ലുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ കെട്ടിവെച്ചിരിക്കുകയാ. ഒരു കൂട്ടം സഹാബത്ത് ഇങ്ങനെ കടന്നു വരികയാ. നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ചില ഭാഗങ്ങളിൽ കിടങ്ങു കുഴിക്കാൻ കഴിയുന്നില്ല, ചില ഭാഗങ്ങളിൽ പാറക്കല്ല് പൊട്ടിക്കാൻ കഴിയുന്നില്ല. നബി തങ്ങൾ പിക്കാസ വാങ്ങുകയാ. നബി തങ്ങൾ പിക്കാസ വാങ്ങിയിട്ട് ആ പാറക്കല്ലിന്റെ ചാരത്ത് ചൊല്ലുകയാ, സുബ്ഹാനല്ലാഹ്, ആ പാറയുണ്ടല്ലോ മുറിക്കുകയാ. ഒന്നാമത്തെ വെട്ടതാ വെട്ടുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാ, സിറിയയുടെ കൊട്ടാരങ്ങളുടെ താക്കോലുണ്ടല്ലോ എന്റെ കയ്യിലേക്ക് അള്ളാഹു തരുന്നതാ. രണ്ടാമത്തെ കിടങ്ങതാ കുഴിക്കുകയാ. റസൂലുള്ള പറയുകയാ, മദായിനിലെ വെള്ളക്കൊട്ടാരങ്ങളുണ്ടല്ലോ അതെനിക്ക് അള്ളാഹു തരുന്നതാ. എന്നിട്ടാ സഹാബത്തിനോട് പറയുകയാ, തളരല്ലേ, പ്രതിസന്ധികൾ തളരല്ലേ, നൊമ്പരപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, അള്ളാഹു പടച്ച തമ്പുരാൻ വിജയം തരുമെന്ന് പറയുമ്പോ എത്രയോ സങ്കടങ്ങളും യാതനകളും വേദനകളും എന്റെ ചെറുപ്പക്കാരാ പരീക്ഷിക്കുന്നവരാ, ഏറ്റുവാങ്ങിയവരാ. അതുകൊണ്ട് ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിൽ ഞാൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പ്രതിസന്ധിയിൽ തളരാതെ ഈമാനോടെ ആവേശത്തോടെ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമ്മളെങ്ങാനും ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗമാ. ബഹുമാനപ്പെട്ട നബിതങ്ങള് കിടങ്ങ് കുഴിച്ചിട്ട് നബിതങ്ങള് പറഞ്ഞു, തോടെ പോരാടണമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പൊളിക്കാൻ വന്നവരുടെ മുമ്പിൽ നബിതങ്ങള് സന്തോഷത്തോടെ ആവേശത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ തളരാതെ തകരാതെ നിന്നെന്ന് ചെന്നാലും, മോനെ എത്ര കണ്ണുനീര് വന്നാലും ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല. നിങ്ങളുടെ കൂടെ അള്ളയുണ്ടെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ ഉണ്ടെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ. നാളെ ചിലപ്പോ നല്ല മുന്തിയ വാഹനത്തിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവന്റെ ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിലൊക്കെ ഈ ചെറിയ മക്കൾ മരണപ്പെട്ടവരുണ്ടാവും അല്ലേ? നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവന. നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചെറിയ മക്കൾ മരണപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉസ്താദേ, എന്റെ ചെറിയ കുട്ടി മരണപ്പെട്ടു പോയി ഉസ്താദേ, എന്റെ മക്കൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി ഉസ്താദേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കോ. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അല്ലാഹുവേ, ഒരു വാപ്പയുണ്ട്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട വാപ്പയുടെ പൊന്നുമോൻ അല്ലാഹുവേ, നീ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം നീ ഹറാമാക്കണേ അല്ലാ. ഞാൻ പറയണത്, നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടാകുമ്പോ നമ്മൾ കാട്ടിക്കൂട്ടണ കോലാഹലങ്ങള് ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളവരാ അല്ലേ? മയ്യത്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് കഫം പുടതയിൽ പൊതിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മറത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടാ പാടില്ല. നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായാൽ ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാൻ കഴിയണം. ആദരവാകുന്ന പ്രവാചകനോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ഒരു മയ്യത്തിന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് എപ്പോഴാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഒരു മയ്യത്തിനെ സന്തൂക്കിലേറ്റിയിട്ട് ഉമ്മറത്ത് നിന്ന്, വീടിന്റെ അകത്ത് നിന്ന് ഉമ്മറത്തെ വാതിലിലൂടെ പള്ളിയിലേക്ക്
പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് കരയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഞാനൊന്ന് പറയട്ടെ, ഇന്ന് രാത്രി വഅദ് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അങ്ങാൻ അസ്റായിൽ കടന്നു വന്ന് നമ്മുടെ മക്കളുടെ റൂഹ് പിടിച്ചാൽ, നമ്മൾ മുല കൂട്ടിയ നമ്മുടെ മക്കള് രാവിലെ മയ്യത്തായിട്ട് കിടക്കണത് കണ്ടാൽ എനിക്ക് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ? ഇല്ല. ഈ വഅദ് കഴിഞ്ഞ് പോയിട്ട് നമ്മുടെ വീട്ടിൽ ചോക്ലേറ്റും കാത്തു നിൽക്കണം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മയ്യത്ത് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അവരുടെ മയ്യത്ത് ഞങ്ങൾ കുളിപ്പിക്കേണ്ട ഒരു ഗതികേട് നീ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ, അനാഥരാക്കല്ലേ അല്ലാ. ആദരവാകുന്ന പ്രവാചകന്റെ പള്ളിയിൽ ഒരു വാപ്പ എപ്പോഴും, ഈ വിഷയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങളുള്ള വിഷയം, ആ പുറത്ത് നിൽക്കണവര് വെറുതെ നിൽക്കുക, ഇവിടെ കുറച്ച് കസേര ഉണ്ട് മുമ്പിൽ, വേണം കയറിയിരുന്നോ, കയറി ഇരുന്നാൽ സന്തോഷം, കയറിയിരിക്കാൻ പറ്റിയിരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കാൻ. ഈ വാപ്പയുടെ കൂടെ എപ്പോഴും ഒരു പൊന്നുമോനന്റെ പ്രിയപ്പെട്ടവരെ നബിതങ്ങളുടെ കൂടെ കടന്നു വരുമായിരുന്നു. നബിതങ്ങളുടെ കൂടെ എപ്പോഴും ഒരു വാപ്പ, നബിതങ്ങളുടെ പള്ളിയിലേക്ക് ഒരു വാപ്പ ഇബാദത്തിന് കടന്നു വരും. ആ വാപ്പയുടെ കൂടെ എപ്പോഴും ഒരു പൊന്നുമോനന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുമായിരുന്നു. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളാ പൊന്നുമോനെ സ്നേഹിക്കുകയാ, നബിതങ്ങളാ പൊന്നുമോന് ചുംബനം കൊടുക്കുകയാ. ദിവസങ്ങൾ കഴിയുമ്പോ എവിടെ മകനെന്തേ വാപ്പാ? ആദരവാകുന്ന പ്രവാചകനതാ വാപ്പയോട് ചോദിക്കുകയാ, നിങ്ങളുടെ പൊന്നുമോനെന്തേ? ഞാൻ കളിപ്പിച്ചിരുന്ന പൊന്നുമോനെന്തേ? വാപ്പയതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, മാതയാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോൻ വിട പറഞ്ഞു നബിയേ, മരിച്ചു നബിയേ, ഖബറിലാണ് റസൂലേ. ആ വാപ്പയതാ കരയുകയാ, ലോകത്തിന്റെ പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, മാതയാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കരയല്ലേ വാപ്പാ, കരയല്ലേ വാപ്പാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, നിങ്ങളുടെ പൊന്നുമോന് മരിച്ചല്ലോ, അതിന് നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. റസൂലുള്ളാഹി പറയുകയാ, അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളുമുണ്ടല്ലോ, മരിക്കുകയാ, വിട പറയുകയാ. അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? അസ്റായീൽ കടന്നു വരുന്ന കോലമെങ്ങനാ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സക്കാത്ത് കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? ഹജ്ജുകൾ ചെയ്തവരാണോ? സിയാറത്ത് ചെയ്തവരാണോ? വഅദുകൾ കേട്ടവരാണോ? ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരാണോ? അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരികയാ. സുഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. എന്നാൽ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണു പിടിച്ചുകൊണ്ട്, ഹറാമുകൾ ചെയ്തുകൊണ്ട്, തിന്മകൾ ചെയ്തുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, പലിശയ്ക്ക് കൊടുത്തുകൊണ്ട്, ലോട്ടറി എടുത്തുകൊണ്ട് നടക്കുന്നവരാണോ? ഓടുന്നവരാണോ? എഴയുന്നവരാണോ? അസ്റായീൽ റൂഹ് പിടിക്കുന്ന രംഗമങ്ങനാ. മുഖമെല്ലാം കറുത്തിരണ്ടുകൊണ്ട് കടന്നു വരികയാ. ദുർഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിക്കുമ്പോ ഞാനും നിങ്ങളുമുണ്ടല്ലോ, കരയുകയാ, വേദനിക്കുകയാ, നൊമ്പരപ്പെടുകയാ, സങ്കടപ്പെടുകയാ. അസ്റായീലിനോട് പറയുകയാ, താകാന് കഴിയുന്നില്ല, സഹിക്കാന് കഴിയുന്നില്ല, എന്നെയൊന്ന് വെറുതെ വിടുമോ എന്നതാ പറയുമ്പോ അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് മിനാരത്തിലൂടെ എന്റെ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും മരണ വാർത്തയുണ്ടല്ലോ വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹ്
പള്ളിയിലെ കാരണവരുണ്ടല്ലോ, ഉസ്താദുണ്ടല്ലോ, വഅദ് പറഞ്ഞ ഉസ്താദുണ്ടല്ലോ, മരിച്ചിട്ടുണ്ടേ, വിട പറഞ്ഞിട്ടുണ്ടേ. എല്ലാവരും അതാ കടന്നു വരികയാ, കൂട്ടുകാര് കടന്നു വരികയാ, കൂടപ്പിറപ്പിങ്ങള് കടന്നു വരികയാ, അയൽവാസികള് കടന്നു വരികയാ, ശത്രുക്കളതാ കടന്നു വരികയാ, മിത്രങ്ങളതാ കടന്നു വരികയാ, ജനാസയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. പടച്ചവനെ കുളിപ്പിക്കുകയാ, കഫം പുടവയിൽ പൊതിയുകയാ, അത്തറ് പൂശുകയാ, സന്തോക്കിലേക്ക് കയറ്റുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവരെ, ഇന്ന് വരെ പള്ളി കാണാത്തവരെ, ഇന്ന് വരെ പള്ളിയുടെ മുസല്ല കാണാത്തവര്, നിന്നെ അതാ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ, അവിടെ നിന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അതുകൊണ്ടാണ് തലവ ഉസ്താദ് പാടി പറഞ്ഞത്, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരകണമെന്റെ കർണാടകക്കാരാ, അറിയാതെ കരകണമെന്റെ കർണാടകയിലെ പെങ്ങള്. എന്തെന്നറിയോ, എന്തെന്നറിയോ, പാമ്പുള്ള ഖബറാണ് അല്ലോ, തേലുള്ള ഖബറാണ് അല്ലോ, ഞെരുക്കമുള്ള ഖബറാണ് അല്ലോ, ഇരുട്ടുള്ള ഖബറാണ് അല്ലോ. നിന്റെ വാരിയല്ലുകൾ പോലും ഖബറിന്റെ പ്രിയമുള്ളവരെ ഓടിക്കുകയാ, തകർക്കുകയാ. അവിടെ നിന്നുകൊണ്ട് പടച്ചവന്റെ പരലോകത്തേക്ക് രണ്ടാമത്തെ ഊത്തതാ ഊതി കഴിയുമ്പോ ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. ചെമ്പിന്റെ തറയാണ് നാദാ, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. സ്വർഗമാണോ നരകമാണോ, അദാബാണോ ഹൗദുൽ കൗസറാണോ, നന്മയുടെ പ്രതിഫലമാണോ തിന്മയുടെ പ്രതിഫലമാണോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, മക്കള് മരിച്ചവരുണ്ടോ, പ്രായപൂർത്തിയാകാത്ത മക്കളിന്റെ പ്രിയമുള്ളവരെ മരിച്ചവരുണ്ടോ? ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, വാപ്പാ കരയല്ലേ വാപ്പാ, നാളെ അതാ പടച്ചവന്റെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താരത്ത് നിൽക്കുമ്പോ ഒരാളുണ്ടല്ലോ സ്വർഗത്തിൽ നിന്ന് വിളിക്കുകയാ, കേറി വാ വാപ്പാ, കേറി വാ ഉമ്മ, കേറി വാ വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മക്കളുണ്ടല്ലോ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് പറയുകയാ, പറയുകയാ. ലോകത്തിന്റെ പ്രവാചകനോടാ വാപ്പ ചോദിക്കുകയാ, നേരാണോ നബിയേ, സത്യമാണോ നബിയേ, നടക്കുന്ന കാര്യമാണോ നബിയേ? റസൂലുള്ള പറയുകയാ, വാപ്പയോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, നിങ്ങളുടെ പൊന്നുമോനുണ്ടല്ലോ, നിങ്ങളെ നാളെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുമെന്ന് പറയുമ്പോ ആ കരഞ്ഞുകൊണ്ടിരുന്ന വാപ്പയുണ്ടല്ലോ ചിരിക്കുകയാ, ചിരിക്കുകയാ. അതുകൊണ്ട് വാപ്പമാരോട് പറയുകയാ, നിങ്ങളുടെ മക്കള് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കരയാൻ പാടില്ലോ, പ്രതിസന്ധിയിൽ തളരാൻ പാടില്ല. അവിടെയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ പിടിച്ചു നിൽക്കേണ്ടതാ നാദാ. അതിനുള്ള സൗഭാഗ്യങ്ങള്, അതിനുള്ള തൗഫീക്കുകള് തരണ അല്ലാ, കബൂലാക്കണേ അല്ലാ. റസൂലുള്ള പറഞ്ഞു, മോനെ നിന്റെ മകൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ കരയാൻ പാടില്ല, നിന്റെ മകൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ കരയാൻ പാടില്ല. അള്ളാന്റെ റസൂല് പറയാ, ലോകത്തിന്റെ പ്രവാചകൻ പറയാ, നിന്റെ മകൻ മരിച്ചു പോയാലും നാളെ നിന്നെ സ്വർഗത്തിൽ നിന്ന് വിളിക്കും, വാപ്പാ കേറി വാ, ഉമ്മ കേറി വാ എന്ന് പറഞ്ഞിട്ട് നിന്റെ മരിച്ചുപോയ മക്കള് നിന്നെ വിളിച്ചു കൊണ്ടുപോകുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തളർത്തിക്കളയുന്ന പരീക്ഷണമാണ്, അല്ലേ? ഇപ്പോ ഒരുപാട് ഗൾഫുകാർ നമ്മുടെ നാട്ടിലുണ്ടാകും, ഒരുപാട് പ്രവാസികൾ ഉണ്ടാകും. നമ്മുടെ പ്രവാസികളൊക്കെ ചില സമയത്തൊക്കെ നമ്മുടെ പാവപ്പെട്ട പ്രവാസികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ
അവന്റെ വാപ്പക്ക് സുഖമില്ല. പടച്ചവനെ അദ്ദേഹം ഇങ്ങനെ അവന്റെ വാപ്പാനെയൊക്കെ ശുശ്രൂഷിച്ചിട്ട് അള്ളാഹു ലീവിന് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ ഇവന്റെ വാപ്പ എന്റെ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു. പക്ഷെ കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടിയില്ല. കരഞ്ഞിട്ട് പറയും, ഉസ്താദേ എന്റെ വാപ്പിച്ചാക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്ക് എന്റെ വാപ്പാനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഉസ്താദേ, 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതാ, എനിക്കൊന്ന് എന്റെ വാപ്പയുടെ മുഖം കാണണമെന്നുണ്ട് ഉസ്താദേ, പക്ഷെ എനിക്ക് ഇനി എന്റെ വാപ്പാനെ കാണാൻ കഴിയില്ലല്ലോ, അദ്ദേഹം ഖബറിലാണല്ലോ ഉസ്താദ് എന്ന് സാധുക്കൾ പറയുമ്പോ ഞാൻ പറയാ, എത്ര വലിയ മരണം നമ്മുടെ വീട്ടിൽ സംഭവിച്ചാലും ഞാനും നിങ്ങളും അതിൽ ക്ഷമിക്കാനുള്ള കഴിവ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. അതുകൊണ്ട് മക്കൾ മരിച്ചാലും നമ്മൾ ക്ഷമിക്കണം. മക്കൾ മരിച്ചാലും നമ്മൾ ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ഒരു പാവപ്പെട്ട പൊന്നുമോ മദ്രസയിൽ പരീക്ഷ കഴിഞ്ഞിട്ട് പോയതാ. പക്ഷേ രാവിലെ എന്റെ പ്രിയപ്പെട്ടവർ ഒരു വണ്ടി ഇടിച്ചിട്ട് ആ പൊന്നുമോൻ ഇന്ന് ഖബറിൽ. അള്ളാഹുവിന് സ്വർഗം കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളാണ് റഹ്മാനെ, ഞങ്ങളുടെ എല്ലാം അവർക്ക് നീ എല്ലാവിധ ഖൈറിന്റെ കവാടങ്ങളും നീ തുറന്നു കൊടുക്കണേ അല്ലാ. ആരാ പറഞ്ഞ? മുത്തുനബിയാ പറഞ്ഞേ, മുത്തുനബിയാ പറഞ്ഞേ. മുത്തുനബിയുടെ എത്രയോ മക്കളെ ആ മുത്തുനബി തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിലേക്ക് കൊണ്ടുവച്ചു. ആ വാപ്പയാ പറയണേ നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടാലും നിങ്ങൾ കരയാൻ പാടില്ല. കാരണം നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മക്കളാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാനിത് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് പ്രായപൂർത്തിയാകാത്ത മക്കൾക്ക് വിഷം കൊടുത്ത് കൊല്ലാനല്ല ഞാൻ പറഞ്ഞെന്താ, നിങ്ങളുടെ മക്കൾ എങ്ങാനും മരണപ്പെട്ടു പോയാൽ അവർ നാളെ എന്ത് ചെയ്യും? നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ മുത്തുനബി എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ മുത്തുനബി എന്റെ പ്രിയപ്പെട്ടവരെ കല്യാണം കഴിച്ചു. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ എല്ലാമാണ് ഖദീജ ബീവി. നബി തങ്ങൾക്ക് സങ്കടം വരുമ്പോ, നബി തങ്ങൾക്ക് യാതന വരുമ്പോ, നബി തങ്ങൾക്ക് നൊമ്പരം വരുമ്പോ ഖദീജ ബീവിയുടെ മടിയിൽ പോയി കിടന്നിട്ട് സമ്മിലൂനി ഖദീജ, ഖദീജ ആ പുതപ്പം തന്റെ തലവഴി മൂടണേ ഖദീജ, പേടിയാണ് ഖദീജ, നൊമ്പരമാണ് ഖദീജ, എനിക്ക് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു തരണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരെ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. ആദരവാകുന്ന പ്രവാചകൻ അതാ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുകയാ. എന്റെ ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞു മക്കൾ വേണ്ടെന്ന് പറയുന്നവരോട് പറയുകയാ, ഉസ്താദേ സാമ്പത്തിക ഞെരുക്കമാ, കല്യാണം കഴിഞ്ഞല്ലോ 2 കൊല്ലം മക്കളെ വേണ്ട, മക്കളുണ്ടായാൽ അബോർഷൻ ചെയ്യുന്നവരോട് പറയുകയാ, പാടില്ല. ആദരവാകുന്ന പ്രവാചകനതാ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുകയാ. 1 മാസം കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ബീവി അതാ പടച്ചവനെ ഗർഭിണി ആകുകയാ. ആദരവാകുന്ന പ്രവാചകന് 26 വയസ്സാ. 26 വയസ്സാകുമ്പോ ഖദീജ ബീവി എന്റെ പ്രിയമുള്ളവരെ ഗർഭിണി ആകുകയാ. പടച്ചവനെ ഖദീജ ബീവി അതാ പൊന്നുമോനെ പ്രസവിക്കുകയാ. പടച്ചവനെ കാസിം എന്ന് പറയുന്ന പൊന്നുമോനെയുണ്ടല്ലോ ഖദീജ ബീവി അതാ പ്രസവിക്കുകയാ. ഒരു ദിവസം ഖദീജ ബീവിയുണ്ടല്ലോ കാസിം എന്ന് പറയുന്ന പൊന്നുമോനെ എന്റെ പ്രിയമുള്ളവരെ മുലപ്പാല് കൊടുക്കുകയാ. മുലപ്പാല് കുടിച്ചു പൊന്നുമോനുണ്ടല്ലോ എണ്ണീക്കുന്നില്ല. ഖദീജ ബീവി കാസിം എന്ന് പറയുന്ന പൊന്നുമോനെ വിളിക്കുകയാ, മോനെ എണ്ണീക്കടാ, ഉമ്മച്ചിയുടെ തങ്കക്കുടമേ എണ്ണീക്കടാ. ഖദീജ ബീവി അതാ വിളിക്കുമ്പോ എണ്ണീക്കുന്നില്ല. ആദരവാകുന്ന പ്രവാചകനതാ കടന്നു വരികയാ. റസൂലുള്ളാഹി കടന്നു വരുമ്പോ ഖദീജ ബീവി എന്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുകയാ, മോനെ കരയാൻ പാടില്ല. ആദരവാകുന്ന പ്രവാചകനതാ കരയാൻ പാടില്ലെന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ബീവി കാസിം എന്ന് പറയുന്ന പൊന്നുമോന്റെ മയ്യത്തുണ്ടല്ലോ കയ്യിലേക്ക് പിടിക്കുകയാ. എന്നിട്ടതാ റസൂലുള്ളാഹിയോട് പറയുകയാ, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, പ്രിയപ്പെട്ട പ്രിയതമനെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എനിക്കൊന്ന് മുല കൂട്ടാൻ പോലും അല്ലാഹു തൗഫീഖ് തന്നില്ല. കരയല്ലേ ഖദീജ,
മുർദിയൗ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ മുഹമ്മദ് ബീവിയുടെ പ്രിയാൻ ഒരു പെൺമകളുടെയോ കുഞ്ഞുമോന്റെ റൂഹ് പിടിച്ചുകൊണ്ട് വന്നപ്പോ അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? അസ്റായീൽ പറഞ്ഞു, അല്ലാ, ഈ പാവപ്പെട്ട പൊന്നുമോന്റെ റൂഹ് പിടിച്ചുകൊണ്ട് ഞാൻ വരുമ്പോ ഇവരുടെ മാതാപിതാക്കള് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അല്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അല്ലാ, അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ, അൽഹംദുലില്ലാ പറഞ്ഞ വാപ്പയ്ക്കും ഉമ്മാക്കും ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു കൊട്ടാരം സ്വർഗ്ഗത്തിൽ പണിതു കൊടുക്കണമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് എത്ര പ്രതിസന്ധി വന്നാലും, നമുക്ക് എന്ത് നൊമ്പരങ്ങൾ വന്നാലും, നമുക്ക് എന്ത് യാതനകൾ വന്നാലും ഞാനും നിങ്ങളും പറയണം അൽഹംദുലില്ലാ. എന്താ പറയണ്ടേ? അൽഹംദുലില്ലാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോ ഞാനും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അൽഹംദുലില്ലാ? പറയില്ല. കാരണം എന്തേ? നമ്മുടെ വിചാരം സന്തോഷം വരുമ്പോ മാത്രമാണ് അൽഹംദുലില്ലാ പറയേണ്ടതെന്നാണ് നമ്മുടെ വിചാരം. ഒരിക്കലുമല്ല. സന്തോഷം വന്നാലും യാതന വന്നാലും വേദന വന്നാലും ആ അൽഹംദുലില്ലാ എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങളുടെ നാട്ടിൽ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് ഉണ്ട്. ഞങ്ങൾ ആലപ്പുഴയുടെ തൊട്ടപ്പുറത്ത് കായംകുളത്തിന്റെ അപ്പുറത്ത് ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് ഉണ്ട്. ഉസ്താദിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ ഉസ്താദിന്റെ മുമ്പിൽ ആര് വന്ന് എന്ത് പറഞ്ഞാൽ ഉസ്താദ് അൽഹംദുലില്ലാ പറയും. ഇപ്പൊ ഒരാൾ വന്നിട്ട് ഉസ്താദിനോട് പറയും, ഉസ്താദെ, എന്റെ മകള് പ്രസവിച്ചു, അൽഹംദുലില്ലാ. ഉസ്താദെ, ഞാനൊരു വീട് വെച്ചു, അൽഹംദുലില്ലാ. ഉസ്താദെ, ഞാനൊരു വണ്ടി വാങ്ങി, അൽഹംദുലില്ലാ. ഉസ്താദെ, എന്റെ മക്കൾക്ക് 10ാം ക്ലാസ്സിൽ 10A+ കിട്ടി, അൽഹംദുലില്ലാ. ഉസ്താദെ, എന്റെ കടങ്ങളൊക്കെ സലാമത്തായി, അൽഹംദുലില്ലാ. ഉസ്താദെ, എന്റെ രോഗങ്ങളൊക്കെ മാറി, അൽഹംദുലില്ലാ. പള്ളിയുടെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ ഉമ്മച്ച മരണപ്പെട്ടു പോയി ഉസ്താദെ. ഉസ്താദ് അപ്പോഴും മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ. ജോലിയും പോയി, ശമ്പളവും പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അൽഹംദുലില്ലാ പറയുമ്പോ ചില സ്ഥലത്തൊക്കെ പറയുമ്പോ എങ്ങനെ വേണം? മനസ്സിൽ പറയണം. എല്ലായിടത്തും പറയുമ്പോ എങ്ങനെ വേണം? ഉച്ചയിൽ തന്നെ പറയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി പറയാ, ആരെങ്കിലും ഒരാൾ ചെറിയ മക്കൾ മരണപ്പെടുമ്പോ അൽഹംദുലില്ലാ പറഞ്ഞാൽ അവർക്ക് നാളെ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന കൊട്ടാരമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഞാൻ പറയണത് നമ്മുടെ ഭാര്യമാരെ വിധവയാക്കിയിട്ട് മരിച്ചു പോണ ചില ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഭർത്താക്കന്മാർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അല്ലേ? ചില ഉമ്മമാരുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിയും, 2 കൊല്ലം ജീവിക്കും, 2 മക്കളുണ്ടാകും, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകും. ഭർത്താവ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെടും. അല്ലാഹുവേ, അല്ലാഹു അങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കണ കൂലി എന്താ? ഭർത്താവ് മരിച്ചു പോയിട്ടും വേറെ ഒരു ഹറാമാകുന്ന ചിന്തയിലേക്ക് പോകാതെ സ്വന്തം മക്കളെ നോക്കി ജീവിക്കണവരാരാ? അവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അത് വല്ലാത്ത പ്രതിസന്ധിയാ. നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ നമ്മുടെ ഒരു പെങ്ങള്, അത് ആ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരും. ഒരു കൊല്ലമൊക്കെ നമ്മൾ ചിലപ്പോൾ നോക്കും. 2ാമത്തെ കൊല്ലം നമ്മൾ പറയും, നിനക്ക് വേറെ കെട്ടിക്കൂടെ, നിനക്ക് വേറെ കെട്ടിക്കൂടെ, നിനക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറയാ, മോനെ, ഒരു ഭർത്താവ് മരിച്ചുപോയ സഹോദരി അവളുടെ പ്രിയപ്പെട്ട മക്കളെ നോക്കി അൽഹംദുലില്ലാ ജീവിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? കേട്ടോ, കേട്ടോ. ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളെ വേദനിപ്പിക്കുന്ന ചരിത്രമാ, വേദനിപ്പിക്കുന്ന ഹദീസാ. നാദാ, ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തില് ബറക്കത്ത് തരണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ, റാഹത്ത് തരണേ അല്ലാ. ഭർത്താവ് മരണപ്പെട്ടവരോട് പറയുകയാ, ഭാര്യ മരണപ്പെട്ടവരോട് പറയുകയാ, നിങ്ങളാ അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതാ. നിങ്ങളുടെ മൺമറഞ്ഞു പോയ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതാ. റസൂലുള്ളാഹിയുടെ വേദനിപ്പിക്കുന്ന ഹദീസാ. റസൂലുള്ളാഹി പറയുകയാ, സ്വർഗ്ഗത്തിന്റെ കവാടത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എല്ലാവരും അതാ കടന്നു വരികയാ. അബൂബക്കർ തങ്ങൾ കടന്നു വരികയാ, ഉമർ തങ്ങൾ കടന്നു വരികയാ, സൽമാൻ തങ്ങൾ കടന്നു വരികയാ, ബിലാൽ തങ്ങൾ കടന്നു വരികയാ, ഉസ്മാൻ തങ്ങൾ കടന്നു വരികയാ, ഉമർ തങ്ങൾ കടന്നു വരികയാ, അമ്മാർ തങ്ങൾ കടന്നു വരികയാ, സയ്യിദ് തങ്ങൾ കടന്നു വരികയാ. എല്ലാവരും നാദാ സ്വർഗ്ഗത്തിന്റെ കവാടത്തിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഒരു പെണ്ണതാ കടന്നു വരികയാ. എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിന്റെ കവാടത്തിലുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ ചാരത്തിങ്ങനെ കടന്നു വരുമ്പോ, ഈ നാട്ടിലുള്ളവരെ കടന്നു ചെല്ലുമ്പോ, അമ്പിയാക്കള് കടന്നു ചെല്ലുമ്പോ, ഉലമാക്കള് കടന്നു ചെല്ലുമ്പോ, ഉമറാക്കള് കടന്നു ചെല്ലുമ്പോ, ഒരു പെണ്ണതാ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ലോകത്തിന്റെ
പ്രവാചകനതാ ചോദിക്കുകയാ, ഇതാരാ ജിബ്രീലേ, എന്റെ ചാരത്ത് വന്ന് കടന്നിരിക്കുന്ന പെണ്ണുണ്ടല്ലോ, ഇതാരാണ് ജിബ്രീലേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആദരവാകുന്ന പ്രവാചകനോട് ജിബ്രീലതാ പറയുകയാ, അതാരെന്നറിയോ, അതാരെന്നറിയോ? ഇംറഅത്തും മാതാ അൻഹാ സൗജുഹാ. ഇതൊരു പെണ്ണാണ് നബിയേ, ഇതൊരു ഭാര്യയാണ് നബിയേ. ഈ പെണ്ണിന്റെ ഭർത്താവുണ്ടല്ലോ വിട പറഞ്ഞവരാ. വതറക ലഹാ ഐതാമൻ സിആറാ. ഈ ഭാര്യയ്ക്ക്, ഈ പെണ്ണിന് 3 മക്കളുണ്ട് നബിയേ. ഈ പെണ്ണിന്റെ കല്യാണം അതാ കഴിയുകയാ. കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമാകുമ്പോ 3 മക്കളെ അതാ അല്ലാഹു കൊടുക്കുകയാ, അല്ലാഹു കൊടുക്കുകയാ. ഈ 3 കുട്ടികളതാ 10 കൊല്ലമാകുമ്പോ ഈ പെണ്ണിന്റെ ഭർത്താവുണ്ടല്ലോ മരിക്കുകയാ, വിട പറയുകയാ. ആ ഭർത്താവതാ വിട പറയുമ്പോ പല ആളുകളും അതാ കടന്നു വരികയാ. ഈ പെണ്ണിന്റെ ചാരത്തേക്ക് പല ആളുകളും അതാ കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് വേറെ ഒരു കല്യാണത്തിന് നിർബന്ധിക്കുമ്പോ ആ പെണ്ണതാ കല്യാണം കഴിക്കുന്നില്ല. ആ പെണ്ണൊരു ഹറാമിലേക്ക് കടന്നു പോകുന്നില്ല. ആ പെണ്ണ് 3 മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാ. അവരെ അതാ പോറ്റുകയാ, അവരെ അതാ ശരിപ്പെടുത്തുകയാ, അവരെ അതാ കാര്യങ്ങൾ നോക്കുകയാ. എന്നാൽ ആ പെണ്ണാണ് മോനെ നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയെന്ന് റസൂലുള്ള പറയുമ്പോ, ഭർത്താവ് മരിച്ചവരെ കരയാന് പാടില്ല. നമ്മുടെ മംഗലാപുരത്ത്, നമ്മുടെ കർണാടകയില് എത്രയോ പേരാ പടച്ചവനെ, ഭർത്താവ് മരിച്ച സഹോദരിമാര് എത്രയോ പേരാ. 2 കൊല്ലം മുമ്പ് കർണാടകയിലെ നൗഷാദ് ഹാജി എന്ന് വിശാലമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ നൗഷാദ് ഹാജി എന്ന് പറയുന്ന സഹോദരനുണ്ടല്ലോ, വിവാഹം ചെയ്ത് വിട്ടവരാ, കല്യാണം കഴിപ്പിച്ച് വിട്ടവരാ. നൗഷാദിയുമ്പോ കർണാടകയിലേക്ക് ഞാൻ വഅദിന് വരുമ്പോ നൗഷാദ് ഹാജിയുടെ ഖബറിന്റെ ചാരത്ത് ചെല്ലുകയാ. അവിടെ നിന്നുകൊണ്ട് ഉസ്താദേ നൗഷാദ് ഹാജിക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ. ലോകത്തിന്റെ പ്രവാചകം പറയാ, ഭർത്താവ് മരിച്ചുപോയ സഹോദരി വേറൊരു കല്യാണം കഴിക്കാതെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ പൊന്നുപോലെ നോക്കി വളർത്തിയാൽ അവർക്ക് നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധി വന്നാലും, എത്ര വലിയ നൊമ്പരങ്ങൾ കടന്നു വന്നാലും, എത്ര വലിയ യാതനകൾ കടന്നു വന്നാലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാം, മോനെ ഒരിക്കലും കരയാൻ പാടില്ല, ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാ നീ അല്ലാതെ വേറെ ഒരാളും എന്റെ കൂടെ ഇല്ല അല്ലാ. അല്ലെ, നമുക്ക് കടങ്ങൾ വരുമ്പോ ആത്മഹത്യ ചെയ്യുന്ന ചില ചങ്ങാതിമാരുണ്ട്. കടകൾ വരുമ്പോ ആത്മഹത്യ ചെയ്യുന്ന ചില ചങ്ങാതിമാരുണ്ട്. ഞാൻ ഒരു 1.5 കൊല്ലം മുമ്പ് നമ്മുടെ കർണാടകയിൽ ഒരു സ്ഥലത്ത് ഞാൻ വഅദിന് വന്നു. ഞാൻ സ്ഥലപ്പേര് ഓർക്കണില്ല. വഅദിന് വന്നപ്പോ ഉച്ചക്കൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. എന്റെ മുമ്പിൽ 4 പേര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. 3 പേരുടെ മുഖത്ത് ഭയങ്കര സങ്കടം, ഒരുത്തന്റെ മുഖത്ത് ഭയങ്കര പുഞ്ചിരി. അവൻ ഇങ്ങനെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കുക. അപ്പൊ ഞാൻ ഓർത്തു, പടച്ചോനെ ഇനി എന്റെ മുഖം കണ്ടിട്ടെങ്ങാനും അവൻ പുഞ്ചിരിക്കണയാണോ? അങ്ങനെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ 3 പേരോട് ചോദിച്ചു, എടാ നിങ്ങൾ എന്താ സങ്കടപ്പെടണേ? നിങ്ങളുടെ 3 പേരുടെ മുഖം എന്താ ചിരിക്കാത്തെ? നിങ്ങൾ വന്നപ്പോ തൊട്ട് ദേഷ്യത്തിലാണല്ലോ. ഒരു പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്കൊരു കച്ചവടം ഉണ്ടായിരുന്നു ഉസ്താദേ, ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഉസ്താദേ. ആ ബിസിനസ് തുടങ്ങി ഞങ്ങൾ പൊട്ടി തകർന്നു പോയി ഉസ്താദേ. 3.5 കോടി രൂപ കടമുണ്ട്. എന്താ പറഞ്ഞേ? 3.5 കോടി രൂപ കടമുണ്ട്. അപ്പൊ ഞാൻ ഈ 4-മത്തവനോട് ചോദിച്ചു, എടാ നിനക്കെന്താ ഭയങ്കര സന്തോഷം, നിനക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധിയൊന്നും ഇല്ലേ? അവൻ പറഞ്ഞ, ഉസ്താദേ ഈ 3 പേരുടെ ഹെഡ് ഓഫീസ് ഞാനാ ഉസ്താദേ, ഈ 3 പേരുടെ തലവൻ ഞാനാ ഉസ്താദേ. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ഉസ്താദേ, ഇവരെ കൊണ്ട് ബിസിനസ്സിൽ ചേർത്ത് ഞാനാ ഉസ്താദേ, ഞാനും ആ ബിസിനസ്സിലുണ്ട് ഉസ്താദേ. എനിക്ക് ഇവർക്ക് 3.5 കോടിയാണ് നഷ്ടമെങ്കിൽ എനിക്ക് നേരെ ഇരട്ടിയാ ഉസ്താദേ, 7.5 കോടി രൂപ നഷ്ടമാണ് ഉസ്താദേ. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് സങ്കടമില്ലേ? എടാ നിനക്ക് വേദനയില്ലേ?
ഇത് തിരിച്ചു കൊടുക്കണമെന്നൊരു ചിന്തയില്ലേ? അപ്പൊ പറഞ്ഞു ഉസ്താദേ, എനിക്ക് എന്റെ അള്ള കൂടെ ഉണ്ട്. എന്താ പറഞ്ഞേ? എനിക്ക് എന്റെ അള്ള കൂടെ ഉണ്ട്. ഒരിക്കലും സങ്കടപ്പെടരുത്, സങ്കടപ്പെടുന്നവന്റെ കൂടെ അള്ളയുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹീമ നൽകൻ ഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഓരോ വീട്ടില് ഈ ഭർത്താക്കന്മാര് മരിച്ച വീട്ടില് നമ്മൾ ദുആ ചെയ്യാൻ പോകും, ഉസ്താദ്മാര് ദുആ ചെയ്യാൻ പോകും. അങ്ങനെ ഈ മയ്യത്ത് എടുക്കുന്ന സമയത്ത് ചില താത്തമാരുണ്ട്, പടച്ചവന് കള്ളിയങ്കാട്ട് നീര് വരുന്നത് പോലെ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് നൈറ്റിയൊക്കെ കീറി അതും ഇതുമൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യും? കടന്നു വരും. പാടില്ല, പാടില്ല. നമ്മുടെ ഭർത്താക്കന്മാര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ, എന്റെ പ്രിയപ്പെട്ടവരെ ചുംബിച്ചിട്ട് അവരുടെ ചാരത്തിരുന്ന് ഖുർആൻ ഓതിയിട്ട് അവരുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കരയാൻ പാടില്ല, കരയാൻ പാടില്ല. സ്വാഭാവികമാ, സഹിക്കാൻ കഴിയില്ല. ഭർത്താവ് മരിച്ചവർക്ക് അതിന്റെ വേദന അറിയൂ, ഭർത്താവ് മരിച്ചവർക്ക് അതിന്റെ നൊമ്പരം അറിയൂ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയാ, നിങ്ങളുടെ മക്കൾ മരിച്ചാൽ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ, നിങ്ങളുടെ വാപ്പ മരിച്ചാൽ, നിങ്ങളുടെ ഉമ്മ മരിച്ചാൽ, നിങ്ങളുടെ ഭാര്യ മരിച്ചാൽ, ആ മയ്യത്തിന്റെ ചാര വന്നിട്ട് നിങ്ങൾ ഒരിക്കലും അട്ടഹസിക്കല്ലേ, നിങ്ങൾ നിലവിളിക്കല്ലേ. അത് ആ മയ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ താങ്ങാൻ കഴിയില്ല. നമ്മുടെ ഭർത്താക്കന്മാര് മരിച്ച നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമ്മുടെ ഭാര്യ മരിച്ച നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമ്മൾ ആ പ്രതിസന്ധിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാൻ കഴിയണം. അല്ലാഹുവേ, ഇതിന് പകരം എന്നെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യാൻ കഴിയണം. ഭർത്താവ് മരിച്ചാൽ നമ്മൾ ആരുടെ മുമ്പിലേക്ക് വരാതെ ആ വീടിന്റെ അകത്തിരുന്നിട്ട് കരഞ്ഞിട്ട് നമ്മൾ ഖുർആൻ ഓതണം നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയിട്ട്. നമ്മുടെ ഭാര്യ മരിച്ചാൽ, നമ്മുടെ മക്കൾ മരിച്ചാൽ നഷ്ടം തന്നെയാ. പക്ഷേ അവര് മരിച്ചാൽ അവർക്ക് വേണ്ടി നമ്മുടെ വീടിന്റെ അകത്തിരുന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരയണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സ്ഥലത്തിന്റെ പേരെന്താ? കൊക്കട, പട്ടാണിയാ, പട്രമേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബക്കറ്റ് ഇല്ല? ലാസ്റ്റ് സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്ത്, എല്ലാവരും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യ കൊടുക്കുക, ഇട്ടിട്ട് അതിൽ നിന്ന് എടുക്കരുത്. എത്ര പറയാനുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പുരുഷരക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് വയലിന് പോയപ്പോൾ അവിടുത്തെ ഖത്തീബ് ഉസ്താദ് പിരിക്കാൻ ഇറങ്ങി. അപ്പൊ ഉസ്താദ് ബക്കറ്റുമായിട്ടല്ല ഇറങ്ങി, ഒരു തെർമോക്കോളിന്റെ പെട്ടിയായിട്ട് ഇറങ്ങി. അപ്പൊ ഉസ്താദ് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ഉസ്താദെ ബക്കറ്റുമായിട്ട് പോകാത്ത തെർമോക്കോളായിട്ട് പോണേ? ഉസ്താദെ 500 ഇട്ട ചില ആളുകൾ 495 എടുത്തോണ്ട് പോകും ഉസ്താദെ, ചില്ലറ മാറിക്കൊണ്ട് പോവാ. ഇതാകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാൻ പറ്റൂലല്ലോ ഉസ്താദെ, തിരിച്ചിടാൻ പറ്റൂലല്ലോ ഉസ്താദെ. അപ്പൊ അല്ലാഹു നമ്മുടെ സുലക്കിയിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ എന്ത് ചെയ്യാ, ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്യും? നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ വരും. ആ സമയത്ത് എന്ത് ചെയ്യാ, ബക്കറ്റിലേക്ക് അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ എന്നിട്ട് പറലക്കട്ടെ, പട്രമേൽ, ഈ പട്രമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ ഇന്ന് കൈവക്കിയപ്പോ ആരില്ല? 2 പേരേ ഉള്ളൂ, 3 പേരേ ഉള്ളൂ. നിങ്ങൾക്ക് പട്രമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ ഇന്ന് കൈവക്കിയപ്പോ ആരില്ല? ഇത് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്നിട്ട് ചോദിച്ച പോലെയാണ്, ആരും പൊക്കിയില്ല. രണ്ടാമത്തോടെ പിന്നെയും ചോദിച്ചു, വേണോ? ആരും അനങ്ങിയില്ല. മൂന്നാമത് പിന്നെയും ചോദിച്ചപ്പോ സ്റ്റേജിൽ നിന്ന് ചങ്ങാതി പറയും, ഉസ്താദെ ഇവിടെയോ സമാധാനമില്ല, ഇനി അവിടെ എന്തിനാ ഉസ്താദെ സമാധാനക്കേട് കളയണേ? എന്നോടൊരു ഉമ്മ പറഞ്ഞു, ഉസ്താദെ എന്റെ മകനിക്ക് 26 വയസ്സായി ഉസ്താദെ, അവന് എങ്ങനെ നോക്കിയിട്ടും 10 മണിക്കുള്ളിൽ അവൻ വീട്ടിൽ കയറുന്നില്ല ഉസ്താദെ. അവൻ വീട്ടിൽ കയറുന്നത് രാത്രി 1:30 മണിക്ക് 2 മണിക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ കുടുംബക്കാരൊക്കെ തീരുമാനിച്ചു അവനൊരു പെണ്ണ് കെട്ടിക്കാം, അങ്ങനെയെങ്കിലും അവൻ രാത്രി 10 മണിക്ക് കയറുമല്ലോ. അങ്ങനെ അവനെ പെണ്ണ് കെട്ടിച്ചു ഉസ്താദെ. കഴിഞ്ഞ ദിവസം ഉമ്മ കരഞ്ഞിട്ട് പറയും, ഉസ്താദെ കല്യാണം കഴിക്കണതിന് മുമ്പ് 2 മണിക്കും കയറിയിരുന്നു, കല്യാണം കഴിച്ചതിന് ശേഷം 3:30 മണിക്ക് ഉസ്താദവും കയറണേ. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 25 വയസ്സ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരൻ നാമുകളുള്ള ഒരുപാട് അഖ്ബാറുകളുള്ള അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഹബ്ലനാ ദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ നാളെ സ്വർഗ്ഗത്തിന് വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബീവി കഥാ പറഞ്ഞു കൊടുക്കുകയാ, ഉമ്മയെ തരുന്നതാ, അടിമയെ തരുന്നതാ.
ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് ഫാത്തിമ ബീവി കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളയില്ല, പ്രവാചകനില്ല. ആയിഷ ബീവിയോട് കാര്യം പറയുകയാ. വാപ്പയതാ കടന്നു വന്നാൽ, പ്രിയപ്പെട്ട പിതാവതാ കടന്നു വന്നാൽ, റസൂലുള്ളയതാ കടന്നു വന്നാൽ എനിക്കൊരു യാചകനെ തരുമോ, എനിക്കൊരു അടിമയെ തരുമോ എന്നതാ ചോദിച്ചു കൊള്ളുക. ഫാത്തിമ ബീവി കടന്നു പോകുകയാ. പാതിരാത്രിയില് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവിയതാ റസൂലുള്ളയുടെ ആ പൊന്നുമോളുടെ ആഗ്രഹമുണ്ടല്ലോ ചോദിക്കുകയാ, പറയുകയാ. റസൂലുള്ളയുടെ മുഖമെന്റെ പ്രിയമുള്ളവരെ ചുമക്കുകയാ. റസൂലുള്ള ദേഷ്യപ്പെടുകയാ. ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. പാതിരാത്രിയില് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഫാത്തിമയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവര് റസൂലുള്ളയതാ കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ വാതിൽ തുറക്കുകയാ. ഫാത്തിമയോട് സലാം പറയുകയാ. ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുകയാ. അലിയാര് തങ്ങൾ കടന്നു വരികയാ. ഫാത്തിമയോട് നബി തങ്ങൾ ചോദിക്കുകയാ, അടിമയെ വേണോ, സഹായിയെ വേണോ, അടിമയെ വേണോ? ഫാത്തിമ ബീവി അതാ പറയുകയാ, ലഭിച്ചു കഴിഞ്ഞാൽ സഹായകമാ, സന്തോഷമാ. ലോകത്തിന്റെ പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ. പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ആർക്ക് കൊടുത്താലും ഫാത്തിമ നിനക്ക് ഞാൻ അടിമയെ തരൂല. ആർക്ക് കൊടുത്താലും ഫാത്തിമ നിനക്ക് ഞാൻ അടിമയെ തരൂല. ഫാത്തിമ ബീവിയോട് റസൂലുള്ള പറയുകയാ, നീ അതാ നിന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ നിനക്ക് സ്വർഗമുണ്ട് ഫാത്തിമോ, സ്വർഗമുണ്ട് ഫാത്തിമോ. ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ, ഭർത്താവിന് വേണ്ടി ഭക്ഷണം കൊടുത്താൽ, ഭർത്താവിന് വേണ്ടി വസ്ത്രങ്ങൾ അലക്കിയാൽ അൽഹംദുലില്ലാഹ് സ്വർഗമുണ്ട് ഫാത്തിമ, സ്വർഗമുണ്ട് ഫാത്തിമ. എന്നിട്ടാ ഫാത്തിമയോട് റസൂലുള്ള പറയുകയാ, മോളെ നിനക്ക് ഞാൻ ഒരു നന്മ പറഞ്ഞു തന്നാൽ, ഒരു ദിക്റ് പറഞ്ഞു തന്നാൽ ചൊല്ലുമോ ഫാത്തിമ? ഈ ദിക്റ് ചൊല്ലിയാൽ നിനക്ക് നാളെ ഭർത്താവിനോടൊപ്പോ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയുന്നതാ. ഫാത്തിമയതാ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഏതാണ് ദിക്റ് നബിയേ, ഏതാണ് ദുആ നബിയേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഫാത്തിമ നീയും നിന്റെ ഭർത്താവുമുണ്ടല്ലോ, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ദിക്റ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്റ് 33 തവണയുണ്ടല്ലോ ചൊല്ലിക്കഴിഞ്ഞാൽ അവരതാ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ കടക്കുന്നതാ. അതുകൊണ്ട് പറയുകയാ, ഭാര്യ മരിച്ചവരെ, ഭർത്താവ് മരിച്ചവരെ കരയാൻ പാടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതാ, അവർക്ക് വേണ്ടി ക്ഷമിക്കേണ്ടതാ. എന്നാൽ സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. ഏതാ ദിക്റ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്ർ 33 തവണ ആരാണോ ചൊല്ലണത് അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ദമ്പതിമാർക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറഞ്ഞേ, ഭർത്താവ് മരിച്ചവരുണ്ടെങ്കിൽ ഭാര്യമാരെ കരയരുത്, അവരെ ഓർത്ത് കരയരുത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്യണം, ഫാത്തിഹ ഓതണം, സദഖ കൊടുക്കണം, ദാനധർമ്മം ചെയ്യണം. എന്നിട്ട് ആ ഭർത്താവിന്റെയും നിന്റെയും മക്കളെ നോക്കിയാൽ നാളെ നിനക്ക് നബി തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില താത്താമാരുണ്ട്. എങ്ങനത്തെ താത്താമാരാ? എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ, ഉസ്താദെ കോവിഡിന് മുമ്പ് നമ്മുടെ സഹോദരിമാരൊക്കെ സീരിയലിന് അടിമയായിരുന്നു ഉസ്താദെ. എന്താ പറഞ്ഞേ? ഇപ്പൊ കർണാടകയിൽ സീരിയൽ ഉണ്ടോ? കർണാടകയിൽ സീരിയൽ ഉണ്ടോ? ഉണ്ടോ ഉസ്താദെ?
ഉണ്ട്. കർണാടകയിൽ സീരിയലുണ്ട്. അപ്പൊ ഞാൻ പറയണത് കോവിഡിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ അതാവായിരുന്നു ഈ സീരിയൽ. നമ്മുടെ താത്താമാര് മിക്കവരും സീരിയൽ കണ്ട് 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 ഇങ്ങനെ ഇരിക്കും. ഭർത്താവ് കയറി വരുമ്പോൾ ഭർത്താവിന് ഒരു ചായ പോലും കൊടുക്കൂല. എന്നോട് കഴിഞ്ഞ ദിവസം ഇവിടെ കാസർഗോഡ് ഒരു ചെറുപ്പക്കാരൻ പറയും, ഉസ്താദേ ഞാൻ എന്നും സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകും ഉസ്താദേ. ഞാൻ എന്നും സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് പോകും ഉസ്താദേ. ഞാൻ എപ്പം ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നാലും എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്കൊരു ഗ്ലാസ് ചായ തരും ഉസ്താദേ. എനിക്ക് ഒരു ഗ്ലാസ് ചായ തരും ഉസ്താദേ. ഇപ്പൊ കുറെ ഓൺലൈൻ മജ്‌ലിസ് തുടങ്ങിയിട്ടുണ്ട് ഉസ്താദേ. അതിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അഡിക്റ്റ് ആയി പോയി ഉസ്താദേ. ഇപ്പോ ഞാന് പള്ളിയിൽ നിന്ന് പോയിട്ട് വന്നാല് എന്റെ ഭാര്യ എന്നെ മൈൻഡ് ചെയ്യൂല. ഞാൻ ഒരു ദിവസം ചോദിച്ചു ഓളോട്, ഓളെ എനിക്കൊരു ഗ്ലാസ് ചായ തരും. ഓള് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞിരിക്കണം 313 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ ഇവിടെ എണ്ണീക്കാൻ പാടില്ലെന്നാ. ഞാൻ പറയാ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാതെ ഏത് ഓൺലൈൻ മജ്‌ലിസിൽ അത് ആരുടേതാണെങ്കിൽ ഇരുന്നിട്ട് കാര്യമില്ല. മഹിമ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അല്ലെ, ചില ഉമ്മമാരൊക്കെ അതിൽ അഡിക്റ്റ് ആയിപ്പോയി. ഞാൻ സ്നേഹത്തിൽ സങ്കടത്തിൽ പറയാ, ഇപ്പോ ദറസിൽ പഠിക്കണ മുത്തഅല്ലിമീങ്ങൾ പോലും ഓൺലൈൻ മജ്‌ലിസ് ഇട്ടിരിക്കണ കാലഘട്ടം. കാരണം എന്തേ, എല്ലാവരുടെയും വിചാരം ഒരു ക്യാമറയും ഒരു ലാപ്ടോപ്പും ഒരു യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാം, ആൾക്കാരെ പറ്റിക്കാം എന്ന ചിന്ത. മഹിമ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിക്കും. അതിലൊന്നും വീഴാതെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നന്മയിലൂടെ കടന്നു പോകണം. ഓൺലൈൻ മജ്‌ലിസ് ആവശ്യമായിരുന്നു എപ്പോ കോവിഡ് സമയത്ത്. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ രാവിലെ എണ്ണീക്കണം, സുബഹിക്ക് എണ്ണീക്കണം. സുബഹി കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബില് ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ വരുന്നുണ്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അല്ല, ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, ഒരു യൂട്യൂബും ഒരു ചാനലും ഉണ്ടെങ്കിൽ എന്തും പറയാന്നുള്ള വിചാരം. ഞാൻ പറയാ, ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു എപ്പോ? കോവിഡിന് മുമ്പ്. കോവിഡിന്റെ ആ സമയത്ത്, കോവിഡിന് ശേഷം നമ്മുടെ മജ്‌ലിസുകളൊക്കെ അൽഹംദുലില്ലാഹ് ഇതുപോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും, അല്ല, ഞാൻ പറയാ, നിങ്ങൾ സുബഹി കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓണാക്കണം. നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓണാക്കണം. യൂട്യൂബ് ഓണാക്കിയാൽ അതിൻ്റെ അകത്ത് ലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബിൽ ലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിങ്ങനെ നെക്കുമ്പോൾ അറിയാം, തിരുവനന്തപുരം ജില്ല മുതൽ മംഗലാപുരം വരെയുള്ള സർവ്വ ആളുകളുടെയും ഓൺലൈൻ മജ്‌ലിസ് നമുക്ക് ഇത് കാണാൻ കഴിയും. ഒരാൾ ആ പേരിൽ, ഒരാൾ ഈ പേരിൽ, അതിലാളുണ്ടാവും, ഇതിലാളുണ്ടാവൂല, അവിടെ അതുണ്ടാവും, ഇതുണ്ടാവും. അതിലൊക്കെ ഓരോ താത്തമാരും ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഉസ്താദ് ഞാൻ കണ്ടില്ല, എന്ത് ലുക്ക ഉസ്താദ് ചൊല്ലണ ദിക്ർ കേട്ടാൽ ഞങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ ചില അൽപ്പത്തികളുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാടില്ല. ഞാൻ പറയാ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാതെ എന്ത് കഅബയുടെ കില്ല പിടിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയാ, നമുക്ക് എന്റെ പ്രിയപ്പെട്ടവർ എന്ത് സങ്കടങ്ങളും വേദനകളും വന്നാലും അതിൽ പതറാതെ തളരാതെ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകണം. രോഗങ്ങൾ വരുന്നവരുണ്ട്, അല്ല. ഇപ്പോ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ എന്റെ പള്ളിയുടെ മുമ്പിൽ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ എന്താ ചെയ്യണമെന്നറിയോ? എപ്പം കണ്ടാലും ചിരിക്കും, പള്ളിയിൽ കയറൂല. ഒരു ദിവസം ഞാൻ പള്ളിയിൽ ഖുതുബ നടത്താൻ വേണ്ടി കയറാൻ പോകുമ്പോൾ പള്ളിയുടെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ, നമ്മുടെ പള്ളിയിൽ മുമ്പിൽ നിന്നുകൊണ്ട് ചിരിച്ചു നിന്നുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അദ്ദേഹം ചെറുതായിട്ട് ചുമ വന്നു ഉസ്താദേ. അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർമാര് വിധി എഴുതി ക്യാൻസറിന്റെ അവസാനത്തെ സ്റ്റേജാ. RCCയിൽ കൊണ്ടുപോകണമെന്ന് ഉസ്താദേ പറയണേ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട 2 മക്കള്, 25 വയസ്സുള്ള പൊന്നുമോനും 22 വയസ്സുള്ള പൊന്നുമോളും ഓട്ടിസം ബാധിച്ചവർ. അല്ലാഹു നിശമനം കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ പള്ളിയും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പൈസ പിരിച്ചു, RCCയിലേക്ക് വിട്ടു. 7 ദിവസമാണ് ജീവിച്ചേ. 7ാമത്തെ ദിവസം ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോ എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു, ഉസ്താദേ ആ ചിരിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ നിന്ന ചെറുപ്പക്കാരൻ, ഉസ്താദേ ക്യാൻസർ ആയിരുന്നല്ലോ ഉസ്താദേ, ഇന്ന് രാത്രി വിട പറഞ്ഞു പോയി, നാളെ രാവിലെ ഖബറടക്കും. അത്രയേ ഉള്ളൂ. നമുക്ക് ചെറിയൊരു പനി വന്നതാകാം, കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആയിരിക്കും മരിക്കാനായെന്ന് ഡോക്ടർമാർ പറയണേ. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. അയ്യൂബ് നബിയുടെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ
പഠിക്കേണ്ടതാ. ആരാണ് അയ്യൂബ് നബി എന്നറിയോ? പ്രവാചകനാ, പ്രബോധകനാ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവര് ഇബാദത്ത് ചെയ്യുന്നവരാ, പടച്ചവനെ പ്രബോധനം നടത്തിയവരാ. അങ്ങനെ അതാ അയ്യൂബ് നബിക്കതാ രോഗം വരികയാ. 80 വയസ്സാകുമ്പോ അയ്യൂബ് നബിക്കന്റെ പ്രിയമുള്ളവരെ രോഗമതാ കടന്നു വരികയാ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്ന രോഗമേതാ? അയ്യൂബ് നബിക്ക് പ്രായമാകുമ്പോ അയ്യൂബ് നബിയുടെ ശരീരത്തിലെ തൊലിയുണ്ടല്ലോ ഉരിയുകയാ. പടച്ചവനെ നീരതാ കടന്നു വരികയാ. അയ്യൂബ് നബിയുടെ ശരീരത്തിലൂടെ നീരതാ കടന്നു വരികയാ. ഈ ശരീരത്തിന്റെ മാംസങ്ങളുണ്ടല്ലോ പടച്ചവനെ പുറത്തേക്ക് തള്ളുകയാ. ഈ ശരീരത്തിന്റെ മാംസങ്ങളതാ പുറത്തേക്ക് പടച്ചവനെ തള്ളുമ്പോ മണമിങ്ങനെ കടന്നു വരികയാ, ദുർഗന്ധം ഇങ്ങനെ കടന്നു വരികയാ. അയ്യൂബ് നബിയതാ പടച്ചവനോട് ദുആ ചെയ്യുന്നില്ല. 18 കൊല്ലമോ അയ്യൂബ് നബി എന്റെ പ്രിയമുള്ളവരെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് നാദാ. അയ്യൂബ് നബിയുടെ ഭാര്യതാ കടന്നു വരികയാ. അയ്യൂബ് നബിയോട് പറയുകയാ, നബിയേ ഈ രോഗത്തിന്റെ അവസ്ഥ കാരണമായിട്ട് നമ്മളതാ നാട് വിട്ടല്ലോ, നമ്മളതാ രാജ്യം വിട്ടല്ലോ. അയ്യൂബ് നബിയേ പടച്ചവനോടൊന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു പടച്ച തമ്പുരാൻ നിങ്ങളുടെ ദുആ കൊണ്ടല്ലോ സ്വീകരിക്കുന്നതാ, പ്രതിഫലം തരുന്നതാ, ഇജാബത്ത് തരുന്നതാ. അയ്യൂബ് നബിയതാ ഭാര്യയോട് പറയുകയാ, ഞാൻ ദുആ ചെയ്യില്ല. 80 വയസ്സ് വരെ അല്ലാഹു പടച്ച തമ്പുരാൻ എനിക്ക് രോഗം തന്നില്ല, എനിക്ക് ആഫിയത്ത് തന്ന അല്ലാഹ്, ദീർഘായുസ് തന്ന അല്ലാഹ്, ആരോഗ്യം തന്ന അല്ലാഹ്. പടച്ചവൻ എനിക്ക് ആഫിയത്ത് തന്നിട്ട് 18 കൊല്ലമല്ലേ അല്ലാഹു എന്നെ പരീക്ഷിച്ചത്. ഞാനുണ്ടല്ലോ അല്ലാഹുവോട് ദുആ ചെയ്യില്ല, അല്ലാഹുവോട് ദുആ ചെയ്യില്ല. അങ്ങനെ അതാ അയ്യൂബ് നബി അതാ ജീവിക്കുകയാ. അയ്യൂബ് നബിയുടെ കൈകളുണ്ടല്ലോ, അയ്യൂബ് നബിയുടെ കാലുകളുണ്ടല്ലോ, അയ്യൂബ് നബിയുടെ ശരീരമുണ്ടല്ലോ തളരുകയാ. അവസാനം അതാ അയ്യൂബ് നബിയുടെ നാവിന്റെ ചലനശേഷി നഷ്ടപ്പെടുകയാ. അയ്യൂബ് നബിക്ക് മനസ്സിലാകുകയാ, ശരീരത്തിലേക്ക് പിടിക്കപ്പെട്ട വൈറസ് ഉണ്ടല്ലോ, ശരീരത്തിലേക്ക് പിടിക്കപ്പെട്ട വൈറസ് ഉണ്ടല്ലോ, നാവിന്റെ ചലനശേഷി നഷ്ടപ്പെടുത്തുകയാ. അയ്യൂബ് നബി അതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ പടച്ചവരേ എന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടപ്പോ, എന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടപ്പോ, എന്റെ ശരീരം കിടപ്പിലായപ്പോ നിന്നോട് ഞാൻ ദുആ ചെയ്തില്ല. എന്നാൽ എന്റെ നാവും കൂടി നഷ്ടപ്പെട്ടു പോയാൽ, എന്റെ നാവിന്റെ ചലനശേഷിയുണ്ടല്ലോ എനിക്കതാ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലാഹുവേ നിനക്ക് വേണ്ടി ദിക്റ് ചെല്ലാൻ കഴിയൂല. അയ്യൂബ് നബി അതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹ് എന്റെ രോഗത്തിന് ശമനം നൽകണേ അല്ലാ. അല്ലാഹു പടച്ച തമ്പുരാൻ അയ്യൂബ് നബിയോട് പറയുകയാ, നിങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളോ കുളത്തിലേക്ക് നിങ്ങളൊന്ന് ചെന്നിറങ്ങണേ. അവിടെ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗങ്ങൾ അല്ലാഹു മാറ്റുന്നതാ. അയ്യൂബ് നബി കടന്നു ചെല്ലുകയാ, കുളത്തിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ടതാ പടച്ചവനെ കുളിച്ചുകൊണ്ട് കേറുമ്പോ അയ്യൂബ് നബിയുടെ രോഗത്തിന് അല്ലാഹു ശമനം നൽകിയെന്ന് പറയുമ്പോ, രോഗങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ കരയാൻ പാടില്ല, കരയാൻ പാടില്ല. ബുഖാരി ഇമാമിന്റെ ചരിത്രമറിയോ? ബുഖാരി ഇമാമിന്റെ ചരിത്രമറിയോ? ബുഖാരി ഇമാമിന്റെ പ്രിയപ്പെട്ട ഉമ്മയതാ ബുഖാരി ഇമാമിനെ അതാ പ്രസവിക്കുകയാ, പ്രസവിക്കുകയാ. ആ ബുഖാരി ഇമാമിന്റെ പ്രിയമുള്ളവരെ പ്രസവിക്കുമ്പോ ബുഖാരി ഇമാമിന്റെ കണ്ണിന്റെ കാഴ്ചയുണ്ടല്ലോ നഷ്ടപ്പെടുകയാ. ബുഖാരി ഇമാമിന്റെ പ്രിയപ്പെട്ട ഉമ്മയതാ ദുആ
ചെയ്യുകയാ. റബ്ബേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാനൊരു മുഹദ്ദിസാകുമല്ലോ, ഹദീസിലെ അകാരമാകുന്ന പാണ്ഡിത്യമുള്ളോ ഒരു പണ്ഡിതനാകുമല്ലോ. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ഉമ്മയുണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ബുഖാരി ഇമാമിന് കണ്ണിന്റെ കാഴ്ചയതാ തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, അഹങ്കരിക്കാൻ പാടില്ല. അല്ലാഹു തന്ന ആഫിയത്തില്, അല്ലാഹു തന്ന ദീർഘായുസില്, അല്ലാഹു തന്ന ആരോഗ്യത്തില്, അല്ലാഹു തന്ന സമ്പത്തില് അഹങ്കരിക്കല്ലേ, അഹങ്കരിക്കാൻ പാടില്ല. ഇതൊരു മനോഹരമാകുന്ന ഉറൂസിന്റെ വഅലാണല്ലോ, ഇത് അവസാനത്തെ ദിവസമാണല്ലോ. അടുത്ത കൊല്ലം വഅല് പറയാൻ ഞാനുണ്ടാകുമോ എന്നറിയില്ല, വഅല് കേൾക്കാൻ നിങ്ങളുണ്ടാകുമോ എന്നറിയില്ല, ഇവിടെ ഉസ്താദന്മാരുണ്ടാകുമോ എന്നറിയില്ല. അഹങ്കരിക്കല്ലേ, അഹങ്കരിക്കല്ലേ ചെറുപ്പക്കാരാ. അഹങ്കരിച്ച എത്രയോ പേര് ഖബറിലാണ്. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് വഅല് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ 4 ഷട്ടർ വാങ്ങണമെന്ന് പറഞ്ഞല്ലോ. അത് ചോദിക്കുമ്പോ മനസ്സിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകാ, ഉസ്താദേ ഇത് പിരിവിന് വേണ്ടിയുള്ള ഉറൂസല്ലേ, ഉസ്താദേ ഇത് പൈസ പൊട്ടിക്കാനുള്ള ഉറൂസല്ലേ, ഉസ്താദേ ഇത് സമ്പത്ത് ദൂർത്തടിക്കാനുള്ള ഉറൂസല്ലേ. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. എന്റെ ചെറുപ്പക്കാരാ, കയ്യിലിരിക്കുന്ന സമ്പത്ത് ദീനിനു വേണ്ടി കൊടുക്കേണ്ടതാ, ഇൽമിനു വേണ്ടി കൊടുക്കേണ്ടതാ, ഉറൂസിന് വേണ്ടി കൊടുക്കേണ്ടതാ. ഇവിടെ ഒരു ബക്കറ്റതാ കടന്നു വരുമ്പോ, സഹോദരിമാരുടെ ഭാഗത്തിലൂടെ ബക്കറ്റ് വരുമ്പോ 1 രൂപ കൊടുത്തവര്, 10 രൂപ കൊടുത്തവര്, 1000 കൊടുത്തവര്, നാദാ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലോ. നിങ്ങളിൽ പലരും അതാ പറയുമല്ലോ, ഉസ്താദേ പള്ളിക്ക് വേണ്ടി പൈസ ചോദിക്കുമ്പോ, മക്കാമിന് വേണ്ടി പൈസ ചോദിക്കുമ്പോ ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവരെ സങ്കടപ്പെടല്ല, നൊമ്പരപ്പെടല്ല. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, സ്വർഗത്തില് അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ കണ്ട വിഭാഗമാരെയാ, അത് സമ്പന്നരെയല്ല, അത് പാവപ്പെട്ടവരെയാ, ദരിദ്രന്മാരെയാ, പൈസയില്ലാത്തവരെയാ. അവസാനത്തെ ചരിത്രമാ, അവസാനത്തെ ചരിത്രമാ. ഒരിക്കലൊരു സഹാബിയന്റെ പ്രിയമുള്ളവര്, ആയിരക്കണക്കാന സഹാബത്തിനെയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിക്കുകയാ, തീരുമാനിക്കുകയാ. എല്ലാ സഹാബിമാരും ഇങ്ങനെ കടന്നു വരികയാ, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ നല്ല മനോഹരമാകുന്ന ഭക്ഷണങ്ങളോ, ഇറച്ചികളോ, മത്സ്യങ്ങളോ, ആഹാര പദാർത്ഥങ്ങളോ ഈ സഹാബിയുണ്ടല്ലോ വിളമ്പുകയാ. അതിലുണ്ടല്ലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എണ്ണീക്കുകയാ. എന്നിട്ടതാ ദൂരത്തേക്ക് ഇങ്ങനെ മാറി നിന്നുകൊണ്ട് കരയുകയാ. ആ സഹാബിയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, എന്തിനാ എണ്ണീച്ചത്? നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ? ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുകയാ, അതൊന്നുമല്ല, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ഞാനതോ എന്നെ മിസ്അബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞതാ, എന്നെ മിസ്അബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞതോ. ഉഹദിന്റെ രണാങ്കണത്തില് എന്റെ പ്രിയപ്പെട്ട മിസ്അബ് ഉണ്ടല്ലോ വിട പറഞ്ഞപ്പോ റസൂലുള്ളാഹിയോട് സഹാബത്ത് പറയുകയാ, മിസ്അബ് വിട പറഞ്ഞു നബിയേ. നബി തങ്ങളതാ പറയുകയാ, സഹാബാ മിസ്അബിനെയുണ്ടല്ലോ കഫം പുടവയിൽ പൊതിയുക. സഹാബിമാരെ കടന്നു ചെല്ലുകയാ. മിസ്അബിനെ കഫം പുടവയിൽ പൊതിയുമ്പോ, മിസ്അബിന്റെ കാല് മൂടുമ്പോ തലയതാ വെളിവാകുകയാ. മിസ്അബിന്റെ തലയതാ മൂടുമ്പോ മിസ്അബിന്റെ കാലുണ്ടല്ലോ വെളിവാകുകയാ. സഹാബത്ത് കരയുകയാ, റസൂലുള്ളാഹിയോട് പറയുകയാ, യാ റസൂലല്ലാഹ് മിസ്അബിനെ മൂടാൻ കഫം പുടവയില്ല. റസൂലുള്ളാഹി സഹാബത്തിനോട് ചോദിക്കുകയാ, ആരുടെയെങ്കിലും കയ്യിൽ മിസ്അബിനെ പൊതിയാൻ കഫം പുടവയുണ്ടോ എന്നതാ ചോദിക്കുമ്പോ സഹാബത്തതാ കൈമലർത്തുകയാ, ഞങ്ങളുടെ കയ്യിൽ ഇല്ല നബിയേ.
അവസാനമുണ്ടല്ലോ പുല്ലുകൾ ഇങ്ങനെ എടുക്കുകയാ, മിസ്അബ് തങ്ങളുടെ കാലിലും തലയിലും വെക്കുകയാ. എന്നിട്ടാ മിസ്അബ് തങ്ങളുടെ ജനാസയുണ്ടല്ലോ കഫൻ പുടവയിൽ പൊതിയുകയാ എന്നതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുമ്പോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആരാ? റസൂലുള്ള വിട പറയുമ്പോ ഒരിക്കലതാ മദീനയുടെ ചാരത്തിലൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കടന്നു വരികയാ. കടന്നു വരുമ്പോ വല്ലാത്തൊരു പ്രകമ്പനം ഇങ്ങനെ കടന്നു വരികയാ. ആയിഷ ബീവി കേൾക്കുകയാ. ആയിഷ ബീവി ഉണ്ടല്ലോ സഹാബത്തിനോട് ചോദിക്കുകയാ, സഹാബാ സഹാബാ എന്താണ് ഒരു പ്രകമ്പനം കേട്ടത്? എന്താണ് ഒരു ശബ്ദം കേട്ടത്? സഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവിയോട് സഹാബത്തിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, അതുണ്ടല്ലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കടന്നു വന്നതാ. 700 ഒട്ടകങ്ങളുമായാണ് കടന്നു വരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വന്നപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ അതാ സ്വീകരിച്ച രംഗമാ. ആയിഷ ബീവി സഹാബത്തിനോട് പറയുകയാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഞാൻ വിളിച്ചു വന്ന് ഒന്ന് നിങ്ങൾ ചെന്ന് പറയണേ. സഹാബത്ത് കടന്നു ചെല്ലുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയുകയാ, തങ്ങളെ തങ്ങളെ ആയിഷ ബീവി വിളിച്ചല്ലോ, ആയിഷ ബീവി വിളിച്ചല്ലോ. 700 ഒട്ടകങ്ങളെ മാറ്റി നിർത്തുകയാ, കച്ചവട സാധനങ്ങൾ മാറ്റി നിർത്തുകയാ. ആയിഷ ബീവിയുടെ ചാരത്ത് വരികയാ. ആയിഷ ബീവിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ അല്ലാഹുവേ, ആയിഷ ബീവി അതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് ചോദിക്കുകയാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, റസൂലുള്ള നിങ്ങളെ പറ്റി എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞതാണെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുകയാ, ആയിഷ ഉമ്മ എന്താണ് ഉമ്മ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുമ്പോ ആയിഷ ബീവി പറയുകയാ, അബൂബക്കർ തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഉമർ തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അലിയാർ തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, നിങ്ങൾ നാളെ സിറാത്ത് പാലത്തിലൂടെ കടക്കുമ്പോ നിങ്ങൾ പ്രയാസപ്പെടും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, നിങ്ങളുടെ സിറാത്ത് പാലമുണ്ടല്ലോ വിറങ്ങലിക്കുന്നതാ, നിങ്ങൾ ഇത്തിരി പ്രയാസപ്പെടുന്നതാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് കയ്യിലിരിക്കുന്ന 700 ഒട്ടകങ്ങളെ ഇസ്ലാമിന് വേണ്ടി കൊടുക്കുകയാ. കയ്യിലിരിക്കുന്ന സമ്പത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി കൊടുക്കുകയാ. ചരിത്രമതാ സാക്ഷ്യപ്പെടുത്തുകയാ. എന്തുകൊണ്ടാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് സിറാത്ത് പാലത്തിലൂടെ കടക്കുമ്പോ പടച്ചവനെ സിറാത്ത് പാലം വിറങ്ങലിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താ? സമ്പത്ത് അധികരിച്ചവരെ, ദീനിന് കൊടുക്കാത്തവരെ, ഇൽമിന് കൊടുക്കാത്തവരെ, പള്ളിക്ക് കൊടുക്കാത്തവരെ, മക്കാബുകൾക്ക് കൊടുക്കാത്തവരെ, സമ്പന്നരെ, നിങ്ങൾ പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് ഹിസാബ് കൂടുതൽ പറയേണ്ടി വരുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് വലിയ സമ്പന്നനായതുകൊണ്ട് നാളെ പടച്ചവന്റെ പരലോകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ കൈകാലിട്ടടിക്കേണ്ടി വരുമെന്ന് ആയിഷ ബീവി പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടുകൂടി പറയാ, പൈസയുണ്ടെങ്കിൽ അത് ദീനിന് വേണ്ടി കൊടുക്കാൻ കഴിയണം, സമ്പത്തുണ്ടെങ്കിൽ അതിന് ദീനിന് വേണ്ടി കൊടുക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ഇവിടെ വഅദിന് കൂടി എത്രയോ പേര് എന്റെ പ്രിയപ്പെട്ടവരെ ഖബറില. കഴിഞ്ഞ കൊല്ലം എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ വഅദ് പറഞ്ഞ എത്രയോ ഉസ്താദന്മാര് ഖബറില. അതുകൊണ്ട് പറയാ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, ഒരു സംശയം വേണ്ട. കാസർഗോഡ് ജില്ലയില് ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു പള്ളിയുടെ സെക്രട്ടറി എന്റെ പ്രിയപ്പെട്ടവരെ 3 പെൺകുട്ടികളും അദ്ദേഹത്തിന്റെ ഉമ്മയും ഭാര്യയുമായിട്ട് ഒരു കല്യാണത്തിന് വേണ്ടി പോയതാ. കല്യാണം കഴിഞ്ഞ് തിരിച്ചു പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോ വണ്ടിയുടെ ടയർ പഞ്ചറായി. അദ്ദേഹം ഡോറ് തുറന്ന് സ്റ്റെപ്പിന് ടയർ എടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മാറ്റിയിടുന്ന സമയത്ത് അസ്റായിൽ കടന്നു വന്ന് സ്വന്തം മക്കളുടെ മുമ്പിൽ നിന്ന് റൂഹ് പിടിച്ചുകൊണ്ടുപോയി.
ഞാൻ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ദുആ ചെയ്യാൻ പോയപ്പോ ആ 3 മക്കൾ കരഞ്ഞിട്ട് പറയാ, ഉസ്താദേ ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഉസ്താദേ ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിച്ചാക്ക് വേണ്ടി ദുആ ചെയ്യണം. അത്രയേ ഉള്ളൂ മരണം എന്ന് പറയണേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെടുന്നതാ. അല്ലാഹുവേ ഞങ്ങളുടെ സമ്പത്തിൽ നീ വർധനവ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, അനുഗ്രഹങ്ങൾ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അല്ല ഞാൻ പറയാ, കയ്യില് 1 ലക്ഷം രൂപയുണ്ട്, അതിൽ നിന്ന് 5000 രൂപ കൊടുക്കാൻ ആർക്കും കഴിയും. കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, അതിൽ നിന്ന് 5000 കൊടുക്കാൻ ആർക്കും കഴിയും. കയ്യിൽ 100 രൂപയുള്ളപ്പോ അതിൽ നിന്ന് 10 രൂപ കൊടുക്കാൻ തിരുപ്പാട് അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയാ, ഇപ്പൊ ഇവിടുത്തെ ഒരുപാട് ചെറുപ്പക്കാർ നന്മയാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരുപാട് പ്രിയപ്പെട്ട പരിപാലകർ അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മയാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാടാകുന്ന ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആദിക്കാട്ട് കുളങ്ങരയില് കുറച്ച് ചെറുപ്പക്കാരുണ്ട്. ഞാൻ ഇപ്പോഴും ഓർത്തു പോവാ, ഇസ്ലാമിക് ചിന്തകൾ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയും അതുപോലെ കാന്തിരിയ വോളണ്ടിയർ ടീം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ഒരുപാട് ചെറുപ്പക്കാർ ചേർന്നിട്ട് ഒരു കൂട്ടായ്മയാണ്. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസ്മി ഉസ്താദിന്റെ ജ്യേഷ്ഠനാകുന്ന ഫഹറുദ്ദീൻ ഖാസ്മി ഉസ്താദ് ജോലി ചെയ്ത മഹലാണ്. അദ്ദേഹം എന്ന ഖബറിൽ അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം വളർത്തി വലുതാക്കി ഒരുപാട് മക്കൾ അവിടെ ഉണ്ട്. ആ മക്കളാണ് അവിടെ ഉറൂസ് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണം വിളമ്പാൻ കൂടി നിൽക്കുന്നത്. അവിടെ എന്റെ പ്രിയപ്പെട്ടവർ പള്ളി ഇസ്ലാമിക് ചിന്തകൾ വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും ഖാദിരിയ വാളണ്ടിയർ ടീമിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും കൂടി പിരിവെടുത്തിട്ട് നടത്തി കൊടുത്തു. അവിടെ കല്യാണം നടക്കാൻ കഴിയാത്ത, പൈസ ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടക്കാത്ത പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ കല്യാണം നടക്കാതെ വരുമ്പോ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ട് കൊടുക്കുമ്പോൾ, എടുത്തു കൊടുക്കുമ്പോ പ്രിയപ്പെട്ട ഖാദിരിയ വാളണ്ടിയർ ടീമിലെ മക്കളും ഈ ഇസ്ലാമിക് ചിന്തകൾ വാട്സപ്പ് കൂട്ടായ്മയിലെ മക്കളും കൂടി ചേർന്ന് നിന്നിട്ട് അവരെ കെട്ടിച്ചു വിടുക. അതിനൊരു കൂട്ടുകാരുണ്ട്, സുഹൈൽ എന്ന പേര്. ഓരെല്ലാവരും കൂടി തലപ്പത്തിരുന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ നന്മയാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാം. ഞാൻ പറയണത്, പൈസ ഉള്ളപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയണം, നന്മകൾ എന്റെ പ്രിയപ്പെട്ടവർ ചെയ്യാൻ കഴിയണം. അല്ലാഹു ആ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹു ഇവിടെ ഈ മക്കാമിനെ സഹായിക്കുന്ന, ഈ പള്ളിയെ സഹായിക്കുന്ന പടച്ചവൻ, ഇതിനു വേണ്ടി പൈസ ചോദിക്കും അതിന് കൊടുക്കുന്ന പടച്ചവനെ സയ്യിദ് അവറുകളുടെ കയ്യിൽ എല്ലാ സമ്പത്തും ഏൽപ്പിക്കണം. ആ പാവപ്പെട്ട സഹോദരങ്ങളെ സർവരെയും സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇത് അവസാനത്തെ ദിവസം, ഇന്ന് മാത്രമല്ല ഒറ്റ ദിവസം ഉള്ളൂ. അപ്പൊ അൽഹംദുലില്ലാഹ് ഇനി ആ പുറത്ത് നിൽക്കണവരൊക്കെ ഒന്ന് കയറി നിൽക്കാം. വന്നു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാം, ഒന്ന് കയറിയിരിക്കുക. കാരണം വേറെ ഒന്നല്ല, സയ്യിദ് ദുആ ചെയ്യും. അപ്പൊ നമ്മളവിടെ നിൽക്കണത് ഒരു അദബ് കേടാ. ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കണ പ്രശ്നം ഉണ്ടോ? അങ്ങനെയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, കയറി ഇരിക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നെങ്കിൽ കസേര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, കയറി ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോകാം, എന്തെങ്കിലും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദേ ഷെഡായി, ഇനി ഷട്ടർ കിട്ടിയാൽ ഷട്ടർ എത്ര രൂപ? 4 ലക്ഷം റുപ്യ വരും ഇൻഷാ അല്ലാഹ്. ഇനി ഉസ്താദേ പൈസ ചോദിക്കരുത് ഉസ്താദേ, ഞങ്ങൾ പോവാന്നൊന്നും ചിന്തിക്കണ്ട. എന്ത് ചെയ്യാ, കൊടുക്കാൻ പറ്റുന്നവരുണ്ട് കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ പൈസ എപ്പോഴാണ് കിട്ടണ്ടേ? ഇതിന്റെ പൈസ എപ്പോഴാണ് കിട്ടണ്ടേ? ഉള്ളപ്പം നിന്നാൽ മതി. ഉള്ളപ്പം നിന്നാൽ മതി എന്ന് വെച്ചാൽ ഖബറിലേക്ക് പോകുമ്പോഴായിരിക്കും മിക്കവാറും തരണേ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അങ്ങനെ പറ്റൂല. കുറച്ച് സമയം, ഒരു മാസം, 2 മാസം ഉസ്താദിന്റെ റമളാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാ, പൈസ കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. തങ്ങളുണ്ട്, ദുആ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിനുള്ള സമയമില്ല. തങ്ങൾ ഇരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ഉറൂസിന് നമ്മൾ കെട്ടിടം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഇൻഷാ അല്ലാഹ് ഷട്ടർ വേണം അല്ലേ? കെട്ടിടം മാത്രം പോരാ, ഷട്ടർ ഇട്ടാൽ അതിൻ്റെ അകത്ത് സാധനം സേഫ് ആയിട്ടിരിക്കും. അല്ലാഹു അതിന് കൊടുക്കുന്നവർക്കെല്ലാം ഖൈർ നൽകുമാറാവട്ടെ. ഉസ്താദെ ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ 5000 രൂപ ഉസ്താദെ കൊടുക്കാം എന്ന നിയ്യത്ത് വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉമ്മയുടെ വാപ്പയുടെ പേരിൽ സലീം, അൽഹംദുലില്ലാഹ് 5000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ.
برابين ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء رال പടച്ചവനെ സലീം എന്ന് പറയുന്ന സഹോദരനാണ് ആദ്യമായി 5000 രൂപ പറഞ്ഞ സഹോദരനാണ് നാദാ കബൂലാക്കണ അല്ലാഹ് റാഹത്തിലാക്കണ അല്ലാഹ് സന്തോഷത്തിലാക്കണ അല്ലാഹ് ഇസ്സത്തിലാക്കണ അല്ലാഹ് പടച്ചവനെ പള്ളിയുടെ കാര്യത്തിന് വേണ്ടിയാ പടച്ചവനെ മക്കാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാ പടച്ചവനെ കടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ നാദാ അതിന് സദഖ കൊടുത്തതിന്റെ പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് മൺമറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബറു വിശാലമാക്കണേ അല്ലാഹ് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ് രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ് ക്യാൻസർ കൊടുക്കല്ലേ അല്ലാഹ് ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ലേ അല്ലാഹ് മൈഗ്രെയിൻ കൊടുക്കല്ലേ അല്ലാഹ് കാലവിപത്ത് കൊടുക്കല്ലേ അല്ലാഹ് ഈമാൻ കൊടുക്കണേ അല്ലാഹ് പോസ്റ്റ്മോർട്ടം കൊടുക്കല്ലേ അല്ലാഹ് കടങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ് ബദരീങ്ങളുടെ കാവൽ കൊടുക്കണേ അല്ലാഹ് മദീന കാണാതെ മക്ക കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ് റാഹത്തിലാക്കണേ അല്ലാഹ് ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ് ഇസ്മായിൽ എന്ന് പറയുന്ന സഹോദരൻ 2000 രൂപ ഹജ്ജിന് പോകാൻ വേണ്ടിയാണ് റഹ്മാനെ സ്വീകരിക്ക റബ്ബേ ഖബൂലാക റബ്ബേ സുറലരിഹൽ മുസ്തഫ വാസിദ് ഇകാമതൻ ബിഹി സുർത ഹാമീം സാവിയൻ അൻ ഖൽബിക സിൽസാലിസാൽ പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ് ഹജ്ജ് നീ കബൂലാക്കണേ അല്ലാഹ് ഉംറ നീ കബൂലാക്കണേ അല്ലാഹ് സിയാറത്ത് നീ കബൂലാ ഉസ്താദേ ഞാൻ കൊടുക്കാമല്ലോ 2000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് ഖൈർ കൊടുക്കണേ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാഹ് പേരറിയുന്നവൻ നീയാണ് അല്ലാഹ് പേര് വിളിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകലു പെടുത്തടേ അല്ലാഹ് സ്വീകരിക്കടേ അല്ലാഹ് രോഗങ്ങളാ ബദരീങ്ങളുടെ കാവൽ കൊടുക്കണേ അല്ലാഹ് അല്ലാഹ് മൺമറഞ്ഞു വാക്കണ അല്ലാഹ് മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ നാദാ സ്വീകരിക്കണേ അല്ലാഹ് റാഹത്തിലാക്കണേ അല്ലാഹ് അബു സാലിഹ് ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരാളെ വോളണ്ടിയർമാർ ആരാളെ അറിയില്ല ആരാളെ അവിടെ ആരാളെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരാളെ ഉണ്ടോ അവിടെ ഉണ്ടോ അവിടെ എന്ത് ചെയ്യാ അവിടെ കാണാൻ പറ്റുന്നില്ല പെണ്ണുങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്യാ പേരയും പേപ്പറും ആയിട്ട് വോളണ്ടിയർമാർ ഓരോ ആളുടെ മുമ്പിൽ ചെല്ലുക 5000 എങ്കിൽ 5000 10000 എങ്കിൽ 10000 1000 എങ്കിൽ 1000 2000 എങ്കിൽ 2000 ഇനി സ്വർണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു വിടുക കാണാൻ പറ്റും വോളണ്ടിയർമാരില്ലേ എല്ലാവരും മുമ്പിൽ ചെല്ലണം മറ്റേ മുനിസിപ്പാലിറ്റിക്കാർ വേസ്റ്റ് പറക്കണവരല്ല പറയണേ എല്ലാവരും മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ബക്കറ്റ് ആറ്റിട്ട് ചോദിക്കണം എത്രയാ തരിക നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ ഉണ്ട് ഊരി എടുക്കണത് പോലെ പിരിവ് ഊരി എടുക്കണത് പോലെ എന്ത് ചെയ്യാ താത്താമാരുടെ ഇല്ല ഓരോ ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യുക കൈ നീട്ടുക എന്നിട്ട് മേടിക്കുക അല്ലാഹു സ്വീകരിക്കട്ടെ എന്താണ് അബു സാലിഹ് അല്ലാഹുവേ സ്വീകരിക്ക റബ്ബേ പടച്ചവനെ കബൂലാക്ക റബ്ബേ റാഹത്തിലാക്ക റബ്ബേ അദ്ദേഹത്തിന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ് ബദരീങ്ങളുടെ കാവൽ കൊടുക്കണേ നാദാ പടച്ചവനെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാഹ് കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് ആരോഗ്യം കൊടുക്കണേ നാദാ ഈ മഖാമിന്റെ ചാരത്ത് വെച്ച് കൊടുത്ത സ്വതക്കയാണ് നാദാ ആ മഹാന്റെ പൊരുത്തമുള്ള ജീവിതമാക്കി മാറ്റണേ അല്ലാഹ് കബൂലാക്കണ അല്ലാഹ് റാഹത്തിലാക്കണ അല്ലാഹ് സയ്യിദന്മാരിരിക്കുന്ന സദസ ആലിമീങ്ങളിരിക്കുന്ന സദസ മഖാമിന്റെ ചാരത്തെ കബൂലാക്കണേ റബ്ബേ പടച്ചവനെ റാഹത്തിലാക്കണേ റബ്ബേ രണ്ടുപേരെയും നിനക്കറിയാമല്ലോ നാദാ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് അല്ലാഹ് സ്വീകരിക്കണേ നാദാ കീറിമുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല നാദാ കീറിമുറിക്കുന്ന അസുഖങ്ങൾ കൊടുക്കല്ല നാദാ കണ്ണേറ് കൊടുക്കല്ല നാദാ
ബദരീങ്ങളുടെ കാവൽ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ, മജ്ലിസ് നൂറിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ, അദബ് കൊടുക്കുന്നാദാ, ഈമാൻ കൊടുക്കല്ലാ, തഖ്വ കൊടുക്കല്ലാ, കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. പടച്ചവരെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ഗതികേട് കുടുംബത്തിന് കൊടുക്കല്ലേ നാദാ, ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേട് കൊടുക്കല്ലേ അല്ലാ, സലാമത്ത് കൊടുക്കണേ നാദാ, ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ലാഭം കൊടുക്കണേ അല്ലാ, ഇരട്ടി കൊടുക്കണേ നാദാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ, ഈ മഹാന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു ചെറുപ്പക്കാരൻ അല്ലാഹുവേ നീ ഖബർ വിശാലമാക്ക് റബ്ബേ. പടച്ചവനെ ആ രണ്ടുപേരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ നാദാ. റഹ്മാനേ ഇവിടെ കൊടുത്ത സ്വതക്കയുടെ കാരണം കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ആ ഖബറിൽ സന്തോഷിക്കാൻ അവസ്ഥ കൊടുക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ഇവര് കൊടുക്കുന്ന സ്വതക്കയുടെ പ്രതിഫലമായിട്ട് അവർക്ക് ആ ഖബറിൽ കിടന്നുകൊണ്ട് ചിരിക്കാനുള്ള സന്തോഷം കൊടുക്കണേ നാദാ. കുടുംബാദികൾക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. അവരെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് ഔലിയാക്കന്മാരോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കാൻ സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അടുത്ത കൊല്ലത്തേക്കുള്ള അരി ഉറൂസിന്റെ ഇക്കൊല്ലം ഉണ്ട്. അടുത്ത കൊല്ലത്തേക്കുള്ള അരി ഇല്ലാസ് ഇവിടെ നാട്ടുകാരന് ഇല്ലാസ് പട്ടോളം എത്ര എത്ര ഇക്കൊല്ലം എത്ര വേണ്ടി വരുന്നത്? 150 കിലോ വന്നു. അടുത്ത കൊല്ലം എത്ര ഉണ്ടെങ്കിലും ഇല്യാസിന്റെ വക അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹ് പടച്ചവനെ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. അടുത്ത കൊല്ലത്തെ ഉറൂസിന് വേണ്ടിയിട്ട് മുഴുവൻ അരിയും ഉസ്താദേ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത സഹോദരനാണ് ഇല്യാസ് എന്ന് പറയുന്ന സഹോദരനാണ്. നാദാ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാ, പടച്ചവനെ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ, ബിസിനസ്സിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരാളുടെ മുമ്പില് കൈ നീട്ടേണ്ട ഒരു ഗതികേട് കൊടുക്കല്ലേ നാദാ. സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറിലേക്ക് ഇതിന്റെ പ്രതിഫലങ്ങള് എത്തിച്ചു കൊടുക്കണേ അല്ലാ. റസൂലുള്ളാഹിയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ഈ മക്കാമിൽ അന്ത്യവിശ്രമങ്ങളിലൊന്നോ മഹാരബന്റെ പൊരുത്തം കൊടുക്കണേ നാദാ. സ്വീകരിക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. ദാവൂദ് പട്ടളം 10 രൂപ ഈ നാട്ടുകാരൻ മരണപ്പെട്ടു. ദാവൂദ് പട്ടളം മരണപ്പെട്ടു. വാപ്പാന്റെ ഉമ്മാന്റെ പേരിൽ 10 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്ക റബ്ബേ. എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു. കൊടുക്കാൻ കഴിവില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ആമീൻ അൽഹംദുലില്ലാഹ് ഒരു പ്രതിഫലമാണ്. ദാവൂദ് എന്ന് പറയുന്ന സഹോദരന്റെ മാതാപിതാക്കള് അല്ലാഹുവേ പ്രിയപ്പെട്ട പൊന്നുമോന് കൊടുത്ത സ്വതക്കയുടെ കാരണമായിട്ട് അല്ലാഹുവേ സന്തോഷിക്കാനുള്ള അവസ്ഥ നീ സംജാതമാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, അദബ് കൊടുക്കണേ അല്ലാ, തഖ്വ കൊടുക്കണേ അല്ലാ.
അവരെ നീ സ്വർഗ്ഗത്തിലോ ജന്നാത്തുൽ ഫിർദൗസിലോ ഒരുമിപ്പിക്കണേ അല്ലാ. അവരുടെ യാതനകളോ വേദനകളോ നൊമ്പരങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ മാറ്റണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന സാധുക്കളാകുന്ന സയ്യിദന്മാരുടെ പൊരുത്തങ്ങള് കൊടുക്കണേ നാഥാ. സ്വീകരിക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. ചെറുപ്പക്കാരൻ ഒരു ആട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ കബൂലാക്ക് റബ്ബേ. ആര് കഴിച്ചാലും അതിന്റെ പൊരുത്തം കൊടുക്കണേ നാഥാ. സ്വീകരിക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. അവനാ കൊടുത്ത സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അവന്റെ മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ ആമീൻ പറയുന്ന സാധുക്കളുടെ പ്രതിഫലം കൊണ്ട് അവന്റെ ജീവിതത്തിലു സന്തോഷം കൊടുക്കണേ അല്ലാ. എല്ലാ ഖൈറിന്റെ കവാടങ്ങളും തുറന്നു കൊടുക്കുന്നതാ. സ്വീകരിക്കണേ റഹ്മാനെ. കബൂലാക്കണേ അല്ലാ. സ്വീകരിക്കണേ നാഥാ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുന്നുണ്ടോ? തങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഴുതി കൊടുത്ത് വിടുക. സയ്യിദ് അവர்கள் ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ സങ്കടങ്ങളും അല്ലാഹു വേദനകളും യാതനകളും എല്ലാം അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഇനിയെങ്കിലും ഇനി പിരിവൊന്നുമില്ല. പുറത്ത് നിൽക്കുന്നവർ എന്ത് ചെയ്യുക, അകത്തേക്ക് കയറിയിരിക്കുക. അല്ലെങ്കിൽ അദബ് കേട കയറൊന്നുമല്ല, എന്ത് ചെയ്യുക, കയറിയിരിക്കുക. മക്കാമുണ്ട്, ആ മഹാന്റെ പേര് നടത്തുന്ന റൂസാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇക്കൊല്ലം സമ്പത്ത് കൊടുത്തവര്, അതിലേക്ക് പൈസ കൊടുത്തവര്, അതിന്റെ സഹായങ്ങൾ ചെയ്തവര്, സഹകരിച്ചവർ, അല്ലാഹുവേ എല്ലാവരും നീ സ്വീകരിക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. പ്രത്യേകം ദുആ ചെയ്യാനുള്ളത്, നമുക്കൊക്കെ ഒരുപാട് നാൾ വഅദ് പറഞ്ഞു തന്ന, റസൂലുള്ളാഹിയുടെ സലാത്തിന്റെ മഹത്വത്തെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്ന, റസൂലുള്ളാഹിയുടെ മദ്ഹ് നമുക്ക് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് തീരെ സുഖമില്ലാതെ ഐസിയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വഅദ് കയറുന്നതിന് മുമ്പ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, ഉസ്താദ് തീരെ സുഖമില്ലാതെ ഐസിയിലാണ്, മെഡിക്കൽ ട്രസ്റ്റിലാണ്, ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാണെന്ന് പറഞ്ഞത്. അല്ലാഹുവേ മഅദനി ഉസ്താദിന്റെ രോഗങ്ങൾക്കെല്ലാം നീ പരിപൂർണമാകുന്ന ശമനം കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ എന്ത് രോഗമാണെങ്കിലും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ മഅദനി ഉസ്താദ് ഇനിയും ദീർഘകാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് അല്ലാഹു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പൂർവ്വ സ്ഥിതിയിൽ തിരിച്ചു വരാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഉസ്താദ് പറഞ്ഞിട്ടുള്ള വഅലിന്റെ ബറക്കത്ത് കൊണ്ട്, ഉസ്താദ് പറഞ്ഞിട്ടുള്ള സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട്, മാധുര്യം കണ്ട് ഉസ്താദിന്റെ രോഗങ്ങൾക്കെല്ലാം നീ ശമനം കൊടുക്കണേ അല്ലാ. അതുപോലെ ഒരുപാട് പേര് രോഗങ്ങളുള്ളവരുണ്ട്, അതുപോലെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരെല്ലാം സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. തേനുണ്ട് ഇൻഷാ അല്ലാഹ്, തങ്ങൾ മന്ദിരിച്ചു തരും. അത് ഇൻഷാ അല്ലാഹ് ലേലം വിളിക്കും. അപ്പം എല്ലാവരും വാങ്ങുക ഇൻഷാ അല്ലാഹ്. അടുത്ത കൊല്ലം ഇതുപോലെ ഒരുമിച്ച് കൂടാമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ അസ്സലാം.